ദുഃഖകരമായ ഒരു സംഭവമാണ്. നാം ഈ പരിശുദ്ധമായ ഏറ്റവും ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കാണുന്ന ഈ പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വന്ന് സന്തോഷത്തിൽ നാം ഇരിക്കുമ്പോൾ, അതിലേറെ അവസാനത്തെ 10 കടന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷവും, കാരണം ആ രാത്രികളെ ധന്യമാക്കാൻ വേണ്ടി കാതോർത്ത് നിൽക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ പെട്ടെന്ന് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. വളരെ ദുഃഖകരമായി. കാരണം ഈ അടുത്ത് തന്നെ, അതായത് അവസാനത്തെ 10, ഇന്നലെ മുഞ്ഞാൻ നടന്നൊരു സംഭവം നമ്മളെ വലിയ ദുഃഖത്തിലാക്കി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൻതും ഖൈറു ഉമ്മ, കുൻതും ഖൈറു ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്, നിങ്ങൾ ഉന്നത സമുദായമാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട സമുദായമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഈ സമുദായത്തിൽ നിന്ന് പരിശുദ്ധ റമദാൻ മാസത്തിന്റെ നോമ്പ് തുറക്ക് വേണ്ടി സൽമത്ത് എന്ന് പറയുന്ന 52 പ്രായമുള്ള ആ ഉമ്മ നോമ്പ് തുറക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഉമ്മയുടെ പൊന്നുമോനായ സജ്ജനയുടെ ഭർത്താവായ ഷമീർ പിറകിൽ വന്ന് ആ നോമ്പ് തുറക്ക് വേണ്ടി സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഉമ്മയെ ഇഞ്ചിഞ്ചായി വെട്ടിക്കൊന്ന വാർത്തകൾ നമുക്ക് കേട്ടു. എവിടുന്നാണ്? കുന്തും ഖൈറു ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് പറഞ്ഞ, അതും പരിശുദ്ധമായ അതിപ്രഗൽഭമായ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞ മുത്തായ ഹബീബ് പഠിപ്പിച്ച ആ ദിവസത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത്. ഈ ഷമീർ എന്ന് പറയുന്ന മനുഷ്യൻ അവന്റെ ഭാര്യയുമായി സജ്ജനയുമായി പിണങ്ങുന്നു. അതിന്റെ ദേഷ്യം തീർക്കുന്നത് നോമ്പ് തുറക്ക് വേണ്ടി സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന തന്റെ അമ്മായിമ്മയുടെ പേരിലാണ്. പ്രിയമുള്ളവരെ, ഇതുകൊണ്ട് എന്ത് മനസ്സിലായി? 2.5 വർഷം മാത്രം പ്രായമുള്ള പൊന്നുമോളെ ഫായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞെ ഇഞ്ചിഞ്ചായി വെട്ടിക്കൊന്ന എന്റെ പ്രിയപ്പെട്ടവർ, എത്ര സംഭവങ്ങളാണ്! ഏറ്റവും പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാത്രികളിൽ മുഹമ്മദ് അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ഉപ്പയെ അബ്ദുറഹ്മാനെ, എന്റെ പ്രിയമുള്ളവരെ, ചെറിയ ഒരു കാര്യത്തിന് ആ ഉപ്പയെ കൊന്നു കളഞ്ഞ വാർത്തകൾ. പ്രിയപ്പെട്ടവരെ, ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഈ ഷമീർ എന്ന് പറയുന്നവനും, അതുപോലെ ഫായിസ് എന്ന് പറയുന്നവനും, മുഹമ്മദ് അൻവർ എന്ന് പറയുന്നവരും, പ്രിയമുള്ളവരെ, ഇത്രയും മോശമായ നീചമായ ഈ കൃത്യം അവർ ചെയ്യാണ്ട് പിന്നിലുള്ള കാരണങ്ങൾ മാത്രമല്ലല്ലോ, എത്ര സംഭവങ്ങളാണ് പ്രിയമുള്ളവരെ നാം സോഷ്യൽ മീഡിയയിൽ കേട്ടത്. ഇതൊക്കെ അവർ ചെയ്തതിന്റെ പിന്നിലുള്ള രഹസ്യം പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും ലഹരിയുടെ അടിമകളായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് സവണൂർ ചാപ്പള്ള എന്ന് പറയുമ്പോൾ വലിയ അഭിമാനമാണ്. എന്റെ നാട്ടിൽ നിന്നല്ലോ പ്രിയപ്പെട്ടവരെ, കടവയിൽ ഒരു നിക്കാഹ് ഉണ്ടായിരുന്നു. ആ നിക്കാഹ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ദുഹർ നിസ്കരിക്കാൻ വേണ്ടി കൂടെ ഉള്ളവർ പറഞ്ഞു, എനിക്ക് ദുഹർ നിസ്കരിക്കാം. കൊണ്ടൂർ എത്തുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് മുന്നോട്ട് പോകട്ടെ, കുറച്ച് മുന്നോട്ട് പോയാൽ എന്റെ ജമാഅത്തിനടുത്ത് അവിടുത്തെ റോഡ് അരികിലാണ് പള്ളിയിരിക്കുന്നത്. എന്തുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ദുഹർ നിസ്കരിച്ചു പോയത്? കാരണം ഒരു നാട്ടിൽ ഒരു മുഅ്മിനുണ്ടോ ഇല്ല എന്നറിയണമെങ്കിൽ ആ നാടിന്റെ പള്ളിയിൽ പോകണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അലാമത്തുൽ മുഅ്മിൻ ഇമാറത്തുൽ മസ്ജിദ്, അലാമത്തുൽ മുഅ്മിനീൻ, ഒരു മുഅ്മിനിന്റെ അടയാളം എന്നുള്ളത് ഇമാറത്തുൽ മസ്ജിദീൻ, പള്ളിയെ ഉണ്ടായിപ്പിക്കലാണ്. നമ്മുടെ ചാപ്പുള്ള പള്ളി നോക്ക് പ്രിയപ്പെട്ടവരെ, ഇവിടെ മുഅ്മിനീങ്ങളുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. എന്ത് മനോഹരമാണ്! എന്നും ഈ പള്ളിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അല്ലൂർ മുസ്ലിം യൂത്ത് ഫെഡറേഷൻ പോലെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി എത്രയാണ് ഇതിനു വേണ്ടി ത്യാഗം ചെയ്യുന്നത്. നിങ്ങൾക്കറിയോ, മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലൂർ മുസ്ലിം യൂത്ത് ഫെഡറേഷന്റെ പ്രസിഡന്റ് ആവുക, സെക്രട്ടറി ആവുക എന്ന് പറഞ്ഞാൽ, ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവുക, സെക്രട്ടറി ആവുക എന്ന് പറഞ്ഞാൽ
ഇത്ര നല്ലല്ലേ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വമൻ യുരിദില്ലാഹു ബിഹി യശ്ദിക വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ ജഅലഹു ഖയ്യിമ മസ്ജിദാ. പള്ളിയുടെ കൈകാര്യകർത്താവുക എന്ന് പറഞ്ഞാൽ മൻ യുരിദില്ലാഹു ബിഹി, ഒരാൾക്ക് അല്ലാഹു ഖൈർ നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ ജഅലഹു ഖയ്യിമ മസ്ജിദാ, അവന് പള്ളിയുടെ പ്രസിഡന്റ് ആകും. പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതിന്റെ പ്രസിഡന്റ് ആവുക, അതിന്റെ കമ്മിറ്റി ഭാരവാഹിയാവുക, അതിനുവേണ്ടി അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ അവനിൽ ഖൈറുണ്ട് എന്ന് മുത്തായ റസൂൽ. നിങ്ങൾ ഭാഗ്യവന്മാരാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ളവരെ, നോക്ക്, ഇന്ന് അതിപ്രഗൽഭമായി ഈ ദിവസത്തെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരാണ്. ഇന്നലത്തെ രാത്രി ഞങ്ങൾ ഹയാത്താക്കിയവരാണ്. ഇന്നത്തെ രാത്രി ഹയാത്താക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇബ്നു ഹജർ ഹൈതമിയെ പോലത്തെ പണ്ഡിതന്മാർ വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞതാണ്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മാത്രമല്ല, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മാത്രമല്ല, അതിന്റെ പകലുണ്ടല്ലോ, വലിയ ശ്രേഷ്ഠത ഉള്ളതാണ്. ആ രാത്രി ആ പകലും ഹയാത്താക്കണം. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം ഇന്ന് വൈകുന്നേരം നേരെ ഒന്നാം ആകാശത്തിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹുവേ, ആ രംഗമുണ്ടല്ലോ വല്ലാത്തൊരു രംഗമാണ്. ആ സമയത്ത് ഒന്നാം ആകാശത്തിലുണ്ടല്ലോ ഓരോരുത്തരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. പ്രിയമുള്ളവരെ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അതിർത്തി എന്നുള്ളതുണ്ടല്ലോ, സ്വർഗത്തിന്റെ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ദുനിയാവിന്റെയും ആഖിറിന്റെ അതിർത്തി എന്നുള്ളത്. സിദ്റത്തുൽ മുൻതഹയുടെ അതിന്റെ തണ്ടുണ്ടല്ലോ സ്വർഗത്തിലേക്കും അതിന്റെ കൊമ്പ് കുർശിയിലുമാണ്. ആ സിദ്റത്തുൽ മുൻതഹയുടെ ചുറ്റുഭാഗത്തുണ്ടല്ലോ ഒരുപാട് കോടി മലക്കുകള് നിരന്തരമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈലത്തുൽ ഖദ്റായി എന്നറിഞ്ഞാൽ സിദ്റത്തുൽ മുൻതഹയിലുള്ള കോടി മലക്കുകളുണ്ടല്ലോ അല്ലാഹുവിന്റെ സമ്മതത്തോട് കൂടി ഭൂമിയിൽ ഇറങ്ങുന്നു. ഇന്നലെ രാത്രി ലൈലത്തുൽ ഖദ്ർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സിദ്റത്തുൽ മുൻതഹയിൽ നിന്ന് കോടി മലക്കുകൾ അതാ ഭൂമിയിൽ ഇറങ്ങുന്നു. അവർ സുജൂദ് ചെയ്യാത്ത, അവർ റുകൂ ചെയ്യാത്ത, അവർ പ്രാർത്ഥിക്കാത്ത ഒരു സ്ഥലവും പോലും ഉണ്ടാവുകയില്ല. അവരെല്ലാവരും വന്ന് ദുആ ചെയ്യും. മുസ്ലിമീങ്ങളെല്ലാവരും കൈമുസാഫത്ത് ചെയ്യും. എന്നിട്ട് പ്രിയമുള്ളവരെ, ഇന്ന് വൈകുന്നേരം ഉണ്ടല്ലോ അതാ ജിബ്രീലും ആ വന്ന മലക്കുകളും, ജിബ്രീലിന്റെ സ്ഥാനം സിദ്റത്തുൽ മുൻതഹയുടെ മധ്യഭാഗമാണ്. ജിബ്രീലും അതുപോലെ മലക്കുകളും വൈകുന്നേരം നേരെ ഒന്നാം ആകാശത്തിലേക്ക് കയറുമ്പോൾ അവിടുന്ന് മലക്കുകൾ ചോദിക്കുകയാണ്. ഓരോരുത്തരെ കുറിച്ചും ചോദിക്കും. അബൂബക്കറിന്റെ മകൻ റഷീദ് എന്ത് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു? ഓരോരുത്തരെ കുറിച്ച് ചോദ്യം ചെയ്യും. ഓരോരുത്തരെ കുറിച്ചും അവരെ കുറിച്ച് രേഖപ്പെടുത്തുന്ന മുതഅബ്ബിദൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാഹു രേഖപ്പെടുത്തുന്ന സമയത്ത് മുതഅബ്ബിദനായി രേഖപ്പെടുത്തണം. ചില ആളുകളെ മുഅ്തദിഅനായി രേഖപ്പെടുത്തും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഓരോരുത്തരെയും കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ആ സമയത്ത് മലക്കുകൾ ചോദിക്കും, ഇന്നാലിന്നാൻ ഫാറൂഖിന്റെ മകൻ മുഹമ്മദ്, അവന്റെ സ്ഥിതി എന്തായിരുന്നു? ആ സമയത്ത് മലക്കുകളെല്ലാം വിവരങ്ങൾ പറയും. രണ്ടാം ആകാശത്തിനും മൂന്നാം ആകാശത്തിനും നാലാം ആകാശത്തിനും ഓരോ ആകാശങ്ങളും ഓരോരുത്തർ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. അവസാനം സിദ്റത്തുൽ മുൻതഹയിലേക്ക് പോകും. സിദ്റത്തുൽ മുൻതഹയിൽ എത്തിയാൽ സിദ്റത്തുൽ മുൻതഹ ചോദിക്കുകയാണ്, യാ സുബ്ഹാനി, എന്നിൽ വസിക്കുന്നവരെ, എന്നിൽ താമസിച്ചവരെ, എങ്ങനെയാണ് ഉമ്മത്ത് മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ വിവരങ്ങൾ പറയുമ്പോൾ അതാ സ്വർഗത്തിന്റെ അടുത്താണ് ഈ സിദ്റത്തുൽ മുൻതഹ നിലകൊള്ളുന്നത്. ഇത് സ്വർഗം കേട്ടുകൊണ്ട് സ്വർഗം പറയും, അല്ലാഹുമ്മ അജ്ജിൽഹും, അല്ലാഹുവേ അവരെ എന്നിലേക്ക് വളർത്തിക്കണേ അല്ലാഹ്. ആ സമയത്ത് സിദ്റത്തുൽ മുൻതഹയും അതുപോലെ മലക്കുകളും എല്ലാം ആമീൻ എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആ വിഭാഗത്തിൽ പെടണമെങ്കിൽ അത് അല്ലാഹു ഭാഗ്യം നൽകിയവർക്ക് മാത്രമേ എന്റെ പ്രിയപ്പെട്ടവരെ നൽകുന്നുള്ളൂ.
എന്റെ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം, എത്രയെല്ലാം കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മലക്കുകൾ ചോദിക്കും, ജിബ്രീലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെയാണ് അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, അവർക്ക് ഇന്ന് പൊരുത്തു കൊടുക്കുന്നുണ്ട്, അവർക്ക് ഇന്ന് മാഫ് ചെയ്യുന്നുണ്ട്, അവരോട് പാപമോചനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് 4 വിഭാഗങ്ങൾ ഒഴിവാക്കപ്പെടും. 4 വിഭാഗങ്ങള്. അതിൽ ഒരു വിഭാഗം മുത്തായ ഹബീബ് പറഞ്ഞത് മുദ്മിനുൽ ഖംർ. നോക്കുവിന്റെ പ്രിയപ്പെട്ടവരെ, മുദ്മിനുൽ ഖംർ, ലഹരിക്ക് നിത്യ അടിമയായവരെയാണ് ആദ്യം ഒഴിവാക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? ലഹരി എന്നുള്ളത് പ്രിയമുള്ളവരെ അതുണ്ടാകുന്ന അപകടം അത്ര വലുതാണ്. നമ്മുടെ നാടുകളിലെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആ വിഷയത്തൊന്നും അത്രയും നമ്മുടെ നാടുകളിൽ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അങ്ങനൊന്നും ഇല്ല ഉസ്താദേ. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. അങ്ങനെ ആരെങ്കിലും ഇടപെടുന്നത്. കാരണം നാടുമായി വലിയ നാട്ടുകാരനാണെങ്കിൽ എപ്പോൾ ഞാൻ എവിടെ പള്ളിയിൽ ഇരുന്നാൽ എന്റെ മനസ്സിൽ എപ്പോഴും ഈ നാട് തന്നെയാണ്. കാരണം കൽബി അവിടെ അതല്ലേ സ്നേഹം എന്ന് പറയുന്നത്. പക്ഷെ പള്ളിക്ക് തോടുകൂട്ടി നാം വരാൻ വലിയ പ്രശ്നമുണ്ടെന്ന് മാത്രമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ആരെങ്കിലും ഒരാളങ്ങനെ അത്തരത്തിലുള്ള വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ സദകൊടിഞ്ഞ് എഴുന്നേൽക്കുന്ന നമ്മുടെ ബാധ്യതയാണ്. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, മറ്റന്നാൾ നമ്മുടെ നാടിനെ കുറിച്ചും റിപ്പോർട്ട് ചെയ്യപ്പെടും ഇത്തരത്തിലുള്ള ഭീകരമായ വാർത്ത. മുഹമ്മദ് റഫീഖ് എന്ന മനുഷ്യൻ എത്ര നല്ല മനുഷ്യനായിരുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതാ ഉമ്മയെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത. ആരും വിശ്വസിച്ചില്ല. മുഹമ്മദ് റഫീഖ് ആരാണ്? 5 വക്ത് നിസ്കാരം കൃത്യമായി ഇമാം ജമാഅത്തിന് വരുന്ന, എല്ലാ നിസ്കാരത്തിനും പള്ളിയിലിരിക്കുന്ന, ഏത് വിഷയത്തിലും നൽപ്രവൃത്തിയിൽ മാത്രമുള്ള മുഹമ്മദ് റഫീഖ് ഉമ്മയെ വെട്ടിക്കൊന്നുള്ള വാർത്ത നമുക്ക് പ്രിയപ്പെട്ടവരെ അവസാനം ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. പിന്നെയാണ് മനസ്സിലായത് അവന്റെ സുഹൃത്തുക്കളെ കൂടെ ലഹരിക്ക് അടിമയായിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും നമ്മുടെ സവണൂർ ചാപ്പള്ളിയിൽ നിന്ന് അത്തരത്തിലുള്ള വാർത്തകൾ വരരുത് എന്റെ പ്രിയപ്പെട്ടവരെ. ഇത്തരത്തിലുള്ള തിന്മകൾ ചില നാടുകൾ നടക്കുമ്പോൾ അതിനെതിരെ പൊരുതാനും അതിനെതിരെ സംസാരിക്കാനും എന്റെ പ്രിയപ്പെട്ടവരെ നാം പിന്മാറുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? അത്തരത്തിലുള്ള തിന്മകൾ കണ്ടിട്ടും കാണാതെ നടിക്കാതിരിക്കാൻ ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? ഈ തിന്മയെ എതിർക്കുക എന്നുള്ളത്. നന്മയെ നോക്കൂ, കുന്തും ഖൈറു ഉമ്മ എന്ന് പറഞ്ഞ സ്ഥലത്തും അല്ലാഹു പറയുന്നു, നിങ്ങൾ ഉത്തമ സമുദായമാണ്, ഉന്നത സമുദായമാണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, തഅമുറൂന ബിൽ മഅറൂഫ്, നല്ലത് കൊണ്ട് കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്നവരാണ്. ഈ 2 ഗുണങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് കുന്തും ഖൈറു ഉമ്മ എന്ന് പറയാൻ കാരണം. മുത്തായ റസൂൽ പറയുന്നു, ഈ ഒരു ദൗത്യമുണ്ടല്ലോ, തിന്മക്കെതിരെ പ്രതിരോധിക്കുക, അതിനെതിരെ പൊരുതുക എന്നുള്ള ഈ ദൗത്യമുണ്ടല്ലോ, കേവലം ഉസ്താദന്മാരുടെ ആലിമീങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമാണ് എന്ന് പല നാടുകളും തെറ്റിദ്ധരിച്ചു പോയി. എന്നാൽ മുത്തായ റസൂൽ പറയുന്നു, കുല്ലുകും റായി വ കുല്ലുകും മസ്ഊലൻ റഅയതി, കുല്ലുകും റായി, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്, ഓരോരുത്തരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ നാട്ടിന്, നമ്മുടെ അയൽവാസിന്, നമ്മുടെ ചുറ്റുഭാഗത്ത് അത്തരക്കാരുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് നന്മ ഉപദേശിച്ചുകൊണ്ട് അവരെ സൽപാന്താവിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാരണം ഗൗരവമാണ്. അതായത് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ, മറ്റുള്ളവർ ചെയ്യുന്ന തിന്മകൾ, മറ്റുള്ളവർ ചെയ്യുന്ന അനാചാരങ്ങൾ എനിക്കൊരു ഉപദ്രവം വരുത്തുകയില്ല, അത് എന്നെ ബാധിക്കുകയില്ല, എനിക്കതുകൊണ്ട് ഒരു പ്രശ്നവും സംഭവിക്കുകയില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. മുത്തായ ഹബീബ് പറയുന്നുണ്ട്, ഒരു നാട്ടിൽ ഒരു തിന്മ നടക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, നമ്മുടെ ചാപ്പൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. എല്ലാ വിഷയത്തിലും നല്ല നിലക്കാണ് നമ്മുടെ ചാപ്പലിന് പോകുന്നത്. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഭാവിയിൽ അങ്ങനെ വരുമ്പോൾ
അതിനെക്കുറിച്ചൊക്കെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു നാട്ടിൽ ഒരു തിന്മ നടക്കുന്നുണ്ട്, ആ തിന്മയെ അവിടുത്തെ ചെറുപ്പക്കാരും നാട്ടുകാരും കൂടി അതിനെ തടയാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ടും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, എന്നിട്ടും അവർ തടയൂല, എന്നിട്ടും അവർ തടയുന്നില്ല. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അവരെ ശിക്ഷിക്കപ്പെടും. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? നോക്കൂ, ഞാൻ പറയുന്നുണ്ട്, അതായത് മാതാപിതാക്കളെ വൃദ്ധസദനയിൽ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. വൃദ്ധസദനയിൽ കൊണ്ടുപോകാനുള്ള കാരണം എന്താണ്? മാതാപിതാക്കൾ ചെയ്ത തെറ്റും അതിനൊരു കാരണമാണ്. കാരണം ചെറുപ്രായത്തിൽ മാതാപിതാക്കള് ആ മക്കൾക്ക് വേണ്ടതുപോലെ ഉപദേശം നൽകാതെ ചെറിയവരാണ്, ചെറിയ മക്കളാണ് എന്ന് പറഞ്ഞ് അവഗണിച്ചു അവസാനം അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയാണ്, നിന്നെ വൃദ്ധസദനയിൽ കൊണ്ടുപോയില്ലെങ്കിൽ നിന്റെ വീട് വൃദ്ധസദനയായി മാറും, അതിനേക്കാൾ ഗുരുതരമായി മാറും. ചെറുപ്രായത്തിൽ തന്നെ മുത്തായ ഹബീബ് പറയുന്നു, അവരെ 7 വയസ്സാകുമ്പോൾ തന്നെ അവർക്ക് ദീനിയായ കാര്യങ്ങൾ കൽപ്പിക്കണമെന്നും 10 വയസ്സായിട്ട് പോലും അവരനുസരിക്കുന്നെങ്കിൽ അവരെ അടിക്കണമെന്നും മുത്തായ റസൂൽ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അത് ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ നാം ചെയ്തില്ല എങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അവരെ ശിക്ഷിക്കപ്പെടുമെന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു കാരണം എന്തറിയോ? അതായത് അത് നടക്കുന്ന കാര്യമല്ല ഉസ്താദ്, അതും നടക്കലാണ്. അതിപ്പോ പോയിട്ട് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? പ്രിയമുള്ളവരെ, മഞ്ചത്ത വചന നാം പ്രയത്നിച്ചാൽ തീർച്ചയായും സാധിക്കും. ചില ആളുകൾക്കുള്ള കാരണം പറയുന്നറിയാം, നാം അവരുമായി ഇടപെട്ട് അത്രത്തോളം ചിന്മകളിൽ നിന്ന് അവരെ നാം പിന്തിരിക്കാൻ നോക്കുമ്പോൾ അവർ നമ്മെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ളവർ, നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ ഇങ്ങനെ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വെറുതെ സ്വർഗത്തിൽ പോകും. മുൻഗാമികൾ വന്ന കഷ്ടപ്പാടുകൾ വരാതെ കണ്ട് ഒരാളും സ്വർഗം മോഹിക്കണ്ട എന്ന് വിശുദ്ധ ഖുർആൻ. നോക്കൂ, മുത്തായ റസൂലിന്റെ അരികിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, മതാ നസ്റുല്ലാഹ്, നബിയേ, എപ്പോഴാണ് നബിയെ നമുക്ക് രക്ഷ? കാരണം ഇവരോടുള്ള ഈ ബുദ്ധിമുട്ടും ഈ പ്രയാസങ്ങൾ എങ്ങനെയാണ് നബിയെ സഹിക്കുക? എപ്പോഴാണ് രക്ഷ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബ, മുൻഗാമികളായ പ്രവാചകന്മാരെ ഇരുമ്പിന്റെ ചേർപ്പ് കൊണ്ട് അവരുടെ എല്ല് വേറെ, അവരുടെ ശരീരം വേറെ വെവ്വേറെയാക്കിയപ്പോൾ പോലും അവിടെ ഈമാനിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നാണ്. രോഗങ്ങളെ കൊണ്ട്, നമ്മുടെ ഉറ്റവർ ഉടയവരുടെ മരണങ്ങളെ കൊണ്ട്, അങ്ങനെ പല നിലക്കും അല്ലാഹു പരീക്ഷിക്കപ്പെടും. നാം ചിലപ്പോൾ ഉപദേശവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവഗണിക്കപ്പെടും. എന്റെ പ്രിയമുള്ളവരെ, ഈ അവഗണന എന്നുള്ള ഒരു ഈ കാരണം കൊണ്ട് പലരും തിന്മയെതിരെ ശബ്ദമുയർത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ പിന്മാറുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ നാട്, എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, ഞാൻ ചാപ്പളിലെ ജമാഅത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു അഭിമാനമാണെന്നറിയോ? അൽഹംദുലില്ലാഹ്, ഈ അഭിമാനം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. നമ്മുടെ ജമാഅത്തിന് വേണ്ടി നേതൃത്വം നൽകിയ എത്ര ആളുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മരണപ്പെട്ടു പോയി. അവർക്കെല്ലാം നമ്മുടെ അബ്ദുറഹ്മാൻ ആജിയെ പോലത്തെ ഒരുപാട് ചെറിയ ചെറിയ ചെറുപ്പക്കാർ, നമ്മുടെ ശംസുദ്ദീനെ പോലത്തെ ഷെരീഫിനെ, ഇങ്ങനെ ഒരുപാട് ആളുകൾ അവർക്ക് വിശാലമാക്കി കൊടുക്കേണ്ട റഹ്മാനെ. ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞു പോയി എത്ര ആളുകളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. ഈ അടുത്ത് എത്ര ആളുകളാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഈ ആരുടെ മണ്ണിലുണ്ട്. അവരുടെ ഖബറിനെ വിശാലമാക്കണേ, ഖബറിനെ വിശാലമാക്കണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്തിൽ തനസ്സുലുൽ മലായികതു വറൂഹു ഫീഹാ എന്ന് പറയുന്നുണ്ട്. തനസ്സുലുൽ മലായികതു വറൂഹു ഫീഹാ, അതായത് മലക്കുകളും അതുപോലെ റൂഹും ലൈലത്തുൽ ഖദറിന്റെ സമയത്ത് ഇറങ്ങുമെന്ന് പറയുന്ന സ്ഥലത്ത് മലക്കുകളും റൂഹ് എന്ന് പറയുന്ന സമയത്ത്, റൂഹ് എന്ന് പറഞ്ഞാൽ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ഒരു അഭിപ്രായം വലിയ സങ്കടപ്പെടുത്തുന്നതാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീലാണെന്നും അല്ലാഹുവിന്റെ റസൂലാണെന്നും, അതുപോലെ റൂഹ് എന്ന് പറഞ്ഞാൽ അന്നഹു റൂഹുൽ അഖ്രിബാഉ മിനൽ അംവാത്ത്,
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ വല്യമ്മമാര്, നമ്മുടെ കുടുംബക്കാർ, അവർ നമ്മുടെ വീടുകളിലേക്ക് വരുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവര് വന്നുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കും, യാ റബ്ബനാ ഇഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് സമ്മതം നൽകണേ അല്ലാഹ്, നമ്മുടെ വീടുകളിലേക്ക് പോകാൻ. അവർ നമ്മുടെ വീടുകളിലേക്ക് നല്ല നല്ല ദിവസങ്ങൾ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം പ്രത്യേകമായ സമ്മതം ചോദിച്ച് അവർ നമ്മുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവർ പറയുന്ന ഒരു രംഗമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ദാനം കർമ്മം നമ്മുടെ പേരിൽ ചെയ്യണം, നമ്മെ കുറിച്ച് നിങ്ങൾ ഓർക്കണമെന്ന് പറയുന്ന രംഗമുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ എന്നും ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകാൻ പാടില്ല. അവർക്കൊരു ഫാത്തിഹ ഓതാത്ത, നമ്മുടെ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചവരെ ഓർക്കാത്തവരോട് നന്ദി ചെയ്യാത്തവർ നന്ദി അല്ലാഹുവിന് വേണ്ടാന്ന, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവന്റെ നന്ദി ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ അവർക്കുള്ള നന്ദി അല്ലാഹു സ്വീകരിക്കപ്പെടുന്നില്ല എന്നാണ് വിശുദ്ധ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, 4 വിഭാഗത്തിൽ ആദ്യമായി എന്ന് പറഞ്ഞത് മുദ്മിനുൽ ഖംർ. അതായത് നോക്കൂ, ഇതിന് പെരുന്നാൾ വരികയാണ്. പെരുന്നാൾ വരുന്ന സമയത്ത് നമുക്ക് സുന്നത്തായ ചില കാര്യങ്ങളുണ്ട്. ഇസ്ലാമിന്റെ അത്ഭുതമാണ് എന്റെ പ്രിയപ്പെട്ട ഓരോ വിഷയങ്ങൾ. നോക്ക്, പെരുന്നാളിന് വരുമ്പോൾ സുന്നത്തായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നു. പെരുന്നാളിന് വരുമ്പോൾ നിങ്ങൾ കുളിച്ചു വരണം, സുഗന്ധം പൂശി വരണം. ഇത്രത്തോളം കാര്യം ജുമാക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മീശ വെട്ടണം, താടി വൃത്തിയായി വരണം, നല്ല വസ്ത്രം ധരിച്ചു വരണം. ഈ സുഗന്ധ പൂശൽ കൊണ്ട് അല്ലാഹ് എന്താ കിട്ടാനുള്ളത്? നോമ്പിൽ എന്തെങ്കിലും പിഴവുകൾ വന്നാൽ, ഒരു രോഗിയായ മനുഷ്യന് നോമ്പ് നോക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിന് പകരമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തെങ്കിലും മുത്തുദാനധർമ്മം ചെയ്യണമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുകൊണ്ട് അല്ലാഹ് എന്ത് കിട്ടാനാണ്? നോക്കൂ, നാം ഹജ്ജ് ഉംറ ചെയ്യുമ്പോൾ അതിൽ വരുന്ന പിഴവിനും എന്തെങ്കിലും ദാനധർമ്മം ചെയ്യാൻ, ആടൊത്തു കൊടുക്കാൻ വേണ്ടി പറയുന്നു. ഇതെല്ലാം എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്? ഇതുകൊണ്ട് എന്ത് നേട്ടമാണ്? നോക്കൂ, ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അതായത് നാം പെരുന്നാൾ വരണം, കുളിച്ചു വരണമെന്ന് പറയുമ്പോ, സുഗന്ധം പൂശി എന്ന് വരണമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, അതായത് മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കലാണ്. നോക്ക്, സ്വതന്ത്ര ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാധാന്യം നൽകുന്നുണ്ട്? മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷം. കാരണം ഈ ദുർഗന്ധവുമായി പള്ളിയിലേക്ക് വന്നാൽ ആ ദുർഗന്ധം മറ്റുള്ളവരിലേക്ക് അത് ഏറ്റാൽ അവർക്ക് മനവിഷമമുണ്ടാവും. അതുകൊണ്ട് നീ സുഗന്ധം പൂശണം, കുളിച്ചു വരണം. അതുകൊണ്ട് ഹജ്ജ് ഉംറയിൽ വരുന്ന പിഴവുകൾ നീ ഇതാ സ്വതന്ത്ര ദാനധർമ്മം ചെയ്യൽ കൊണ്ട് പരിഹരിക്കണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന വലിയ ഒരു പ്രാധാന്യമാണ്. അൽഹംദുലില്ലാഹ്, ഇത് നമ്മുടെ അന്നൂർ മുസ്ലിം യൂത്ത് ഫെഡറേഷനെ ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. കാരണം നോക്ക്, നമ്മുടെ നാടുകൾ, ഇവിടുത്തെ അന്നൂർ മുസ്ലിം യൂത്ത് ഫെഡറേഷന്റെ ഭാരവാഹികൾ എത്ര വിനയമുള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു നാട്ടിന് വേദന. ഇപ്പൊ ഞാനുടെ ജമാഅത്തില് അവിടെ ഒരുപാട് ഉസ്താദന്മാർ, വലിയ പ്രഗത്ഭന്മാരായ വലിയ പ്രഭാഷകന്മാരൊക്കെ ഉണ്ട്. എന്നാൽ ഒരു വക്തിന് ഇമാം ജമാഅത്തിന് അവരെ നിർത്തുന്നു പറയുമ്പോ അവിടെ ഞാൻ ആക്ഷേപിക്കുന്നതല്ല, അത് പാടില്ല. അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് പറയുന്ന ഉസ്താദേ, പുറത്തുനിന്നാരെങ്കിലും ഒരു വലിയ ആളെ കൊണ്ടുവരണമെന്ന്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട് നോക്കി, നമ്മുടെ നാടിന്റെ ഉസ്താദന്മാർക്ക് തന്നെ അവസരം കൊടുത്ത് അവർ നന്നിട്ട് തന്നെ പ്രസംഗിക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് വിനയത്തിന്റെ അങ്ങേ അറ്റമാണ്. ഇതിന് പകരം സ്വർഗമല്ലാതെ പ്രതിഫലമില്ല പ്രിയപ്പെട്ടവരെ. കാരണം നിങ്ങൾക്ക് വിനയമുള്ളത് കൊണ്ടല്ലാതെ ഈ സദസ്സിരിക്കാൻ സാധ്യമല്ല. നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ മുമ്പില് ഓടി നടന്ന ചെറുക്കൻ മുതൽ പ്രസംഗിക്കും, ഞാൻ ആരാണ് എന്നുള്ളൊരു കമ്മിയില്ലല്ലോ. അത് വിനയത്തിന്റെ അടയാളമാണ്. മുത്തായ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്ന് വിളിച്ചത് ചില ആളുകൾ, യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഓ നേതാവേ. മുത്തായ ഹബീബ് പറഞ്ഞു, സയ്യിദ് ഞാനല്ല, അത് അല്ലാഹുവാണ്. മുത്തായ റസൂലിനെ വിളിച്ചു പറഞ്ഞു, യാ അഷ്റഫുൽ മഖ്ലൂഖീൻ, ഓ സൃഷ്ടികൾ ശ്രേഷ്ഠരെ. അപ്പോഴും മുത്തായ ഹബീബ് പറഞ്ഞു, ഞാനല്ല, സൃഷ്ടികൾ ശ്രേഷ്ഠൻ അത് അല്ലാഹുവാണ് എന്ന്.
നോക്കൂ, ഓരോ സമയത്തും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദല്ലേ. നാം ഇപ്പോൾ സ്വലാത്ത് മജ്ലിസിൽ പറയുന്നത് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ തെറ്റാണോ? അല്ല, അത് വിനയത്തിന്റെ വാക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. വഅലിന്റെ മജ്ലിസിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വിനയമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് നാട്ടിൽപ്പെട്ട ഒരു ഉസ്താദ് എന്ന് പ്രസംഗിക്കുന്ന പറയുമ്പോൾ അത് വിനയത്തിന്റെ അങ്ങേയറ്റമാണ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഹദീസുകളും ഈ ഞങ്ങൾ പറയുന്ന ആയത്തുകളും അവിടുത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഉസ്താദി പല തവണ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടവരായിരിക്കും. എന്നിട്ടും ആവർത്തന വിരസത ഒന്നും തോന്നിക്കാതെ വളരെ ആവേശത്തോടുകൂടി കേൾക്കുന്നു. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രമാണ്, അല്ലെങ്കിൽ എന്റെ അംഗീകാരമോ അല്ലെങ്കിൽ അൽനൂറിന്റെ അംഗീകാരം നിങ്ങളുടെ മനസ്സിലൊന്നുമില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവരെ, നോക്കൂ, നമുക്ക് ഈ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ തന്നെ പ്രയാസം. അൽഹംദുലില്ലാ, ഇവിടെ എസിക്ക് ഉള്ളതുകൊണ്ട് വലിയ സന്തോഷമാണ്. എസികളില്ലാത്ത ചില പള്ളികൾ എത്ര പ്രയാസമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഇൽമിന്റെ സദസ്സിലിരിക്കുമ്പോൾ അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തുന്നത്, നാം ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ച് ഈ അതിപ്രഗൽഭമായ ഈ ദിവസത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അല്ലാഹു നമുക്ക് രേഖപ്പെടുത്താൻ പോകുന്ന പ്രതിഫലം എത്രയാണ്? മുത്തായ ഹബീബ് പറയുകയാണ്, ഒരു ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടി അവിടെ ഇൽമുമ്പോൾ നൽകുന്ന പ്രതിഫലം എത്രയോ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രതിഫലമാണ്. നമുക്ക് 1000 റക്അത്ത് നിസ്കരിക്കാൻ എത്ര സമയം വേണം? മാത്രമല്ല 1000 രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ടെന്നാണ്. ഇന്നലെ ഹയാത്താക്കുമ്പോൾ ഒരുപാട് നാട്ടുകാരൻ ജ്യൂസ് മുതലെല്ലാം കൊണ്ട് എല്ലാം കുടിക്കാതെ കാരണത്തിന് ദാഹമുള്ളത് കൂടെ കുടിച്ചിട്ട് ഞാൻ വലിയ പ്രയാസത്തിലുണ്ടായി. എങ്ങനെ ഇപ്പോൾ വരുന്നത്, എങ്ങനെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം അല്ലാഹു നൽകട്ടെ. ഇത് പ്രിയമുള്ളവർ, മുത്തായ റസൂൽ പറയുന്നു, 1000 രോഗിയെ സന്ദർശിക്കുന്നതിനേക്കാൾ പുണ്യമാണ് ഈ ഇരുത്തത്തിന് മുത്തായ റസൂൽ. മാത്രമല്ല 1000 ജനാസ അനുഭവിക്കാവുന്നതിനേക്കാൾ പുണ്യമുണ്ട് എന്നാണ്. നമുക്ക് ഒരു ദിവസം 1000 ജനാസ എവിടുന്നാ കിട്ടും? ഒരു ജനാസ അനുഭവിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പലപ്പോഴും കേട്ടവരായിരിക്കാം. ഞാൻ അത് വീണ്ടും പറഞ്ഞ് ആവർത്തന വിരസത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഒറ്റ മണിക്കൂറുകൾ കൊണ്ട് അല്ലാഹു നമുക്ക് രേഖപ്പെടുന്ന അത്രയും പുണ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് റമദാൻ മാസത്തിൽ അല്ലാത്തപ്പോൾ ഈ പ്രതിഫലമാണെങ്കിൽ, റമദാനിലാണെങ്കിൽ അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ ആ വലുപ്പം എത്രയായിരിക്കും? അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദ്ർ നമ്മിന്ന് ഇവിടെ പറയാൻ, പരിശുദ്ധമായ റമദാൻ നമ്മിന്ന് ഇവിടെ പറയാൻ പോവുകയാണ്. റമദാൻ നമ്മിന്ന് ഇവിടെ പറയുന്ന സമയത്ത് നാം മനസ്സിലാക്കണം, റമദാൻ അല്ലാഹു നമുക്ക് തന്നത് ലഅല്ലകും തത്തഖൂൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം വീണ്ടും ഉണ്ടാകാൻ വേണ്ടിയാണ് അല്ലാഹു റമദാൻ നമുക്ക് തന്നിട്ടുള്ളത്. നോക്കൂ, മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിൽ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. റൂഹ് എന്ന് പറഞ്ഞാൽ അത് നമ്മിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അർവാഹുകൾ വരും. മറ്റൊരു അതേ ആയത്തിൽ അല്ലാഹു പറയുന്നു, തനസ്സലുൽ മലായികതു, മലക്കുകൾ വരും എന്ന് പറയുന്നു. മലക്കുകൾ വരും. എന്റെ പ്രിയമുള്ളവരെ, ഈ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം മലക്കുകൾ അല്ലാഹു അയക്കാനുള്ള കാരണം എന്താണ്? ഈ മലക്കുകളെ കൊണ്ട് എന്ത് നേട്ടമാണ്? എന്തിനാണ് മലക്കുകൾ അല്ലാഹു അയക്കുന്നത്? പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ പുണ്യമേറിയ ദിവസങ്ങളിൽ ഒരുപാട് കൂടാനുകൂടി മലക്കുകളെ ഭൂമിയിലെ കാക്കുന്നതിന്റെ കാരണം എന്താ? ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മലക്കുകളെ ഇറക്കാനുള്ള കാരണം, ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون.
ഈ ആയത്താണ് മലക്കുകൾ ഇറങ്ങാൻ കാരണം ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം. എന്തെന്നറിയോ? കാരണം മലക്കുകൾ ഈ വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ പടക്കാൻ പോകുമ്പോൾ മലക്കുകളോട് പറഞ്ഞു, പ്രിയമുള്ളവരെ, കുറച്ച് ക്ഷീണമുള്ള വർക്കെല്ലാം ഉണ്ടല്ലേ, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മാഷാ അല്ലാഹ്, വർക്ക് ഉറങ്ങിയാലും പോലെ ഇരുന്നാലും പോലെ എല്ലാത്തിനും പ്രതിഫലമാണ്. ഉറങ്ങുമ്പോൾ മാഷാ അല്ലാഹ്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പ്രസംഗിക്കാൻ ആവേശം കൂടുന്നു, ഉറങ്ങുമ്പോൾ ആവേശം കുറയുന്നു മാത്രം. പിന്നെ നമുക്ക് ഞാൻ ഒരു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഒരാളിന് ഒരു 4 കാര്യം സമ്മേളിച്ചാൽ അവനിക്ക് നരകം ഹറാമാണ്. നിനക്ക് നരകം ഹറാമാകണം 4 കാര്യം ഉണ്ടെങ്കിൽ 4 കാര്യം ഉണ്ടെങ്കിൽ നരകം ഹറാമാണ്. ഈ 4 കാര്യം ഉണ്ടോ എന്ന് നോക്കാം. 4 കാര്യമുള്ളവർക്ക് നരകം ഹറാമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം പ്രിയമുള്ളവരെ പറഞ്ഞത്, എത്രയും സദസ്സിന് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ, അടിത്തറ നന്നായിരിക്കണം. എന്തൊന്നിനും കോണ്ടീഷൻ നന്നായിരിക്കണം. കോണ്ടീഷൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അടിത്തറ നന്നായിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം തൗബ. മൂന്നാമത്തെ കാര്യം വല്ലാത്ത ആഗ്രഹം. നാലാമത്തെ കാര്യം വല്ലാത്ത ഭയം. ഈ 4 കാര്യം ഒരു മുഅ്മിനിനുണ്ടെങ്കിൽ അവനിക്ക് നരകം ഹറാം. മുത്തായ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് അടുത്തുള്ള സലാസലത്തെ അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യം ഒരാളിൽ സമ്മേളിച്ചാൽ അവനിക്ക് നരകം ഹറാമാണെന്ന് മുത്തായ ഹബീബ്. ഇതിന് ഒന്ന് അടിത്തറയാണ്. അടിത്തറ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അടിത്തറ എന്ന് പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് അടിത്തറ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് അടിയുറച്ച വിശ്വാസം, അതാണ് അടിത്തറ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തത് തൗബയാണ്, അസ്തഗ്ഫിറുല്ലാഹ്. മൂന്നാമത്തത് വല്ലാത്ത ആഗ്രഹം, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന. നാലാമത്തത് വല്ലാത്ത ഭയമാണ്, വഅഊദു ബിക മിനന്നാർ. ഈ 4 കാര്യം ഒരാളിൽ സമ്മേളിച്ചാൽ അവനിക്ക് നരകം ഹറാമാണ്. എന്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമായി ഇവിടെ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം എന്റെ തൊട്ടടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ വളരെ സാവധാനത്തോട് ഭക്തിയോട് കൂടി ചില പള്ളികളിലേക്ക് പോയാൽ നോക്കണം, സുബ്ഹാനല്ലാഹ് പറയുന്ന ശൈലിയൊക്കെ കണ്ടെങ്കിൽ വല്ലാത്ത വെറുപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമന്നെ പഠിച്ച് നമ്മുടെ മുഖത്ത് തന്നെ വലിച്ചെറിയും. അല്ലാഹു കാക്കട്ടെ. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ദിക്ർ പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരണം. ഈ 4 കാര്യം നമ്മിലുണ്ടെങ്കിൽ അല്ലാഹു നമ്മെ നാളെ സ്വർഗ്ഗത്തിൽ ഒഴിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, അല്ലാഹ് ഇബാദത്തിന് അർഹൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ എന്നുള്ള അടിയുറച്ച വിശ്വാസം. രണ്ടാമത്തെ അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹ് ഞാൻ പാപിയാണ് റബ്ബേ, ഞാൻ ദോഷിയാണ് റഹ്മാനേ, എന്റെ എല്ലാ പാപങ്ങളും പൊറുത്തു തരണേ അല്ലാഹ്. വെറുതെ എന്ന് പറയലല്ല, ആ പറയുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി പറയാം. സ്വർഗത്തിൽ ഞാൻ അർഹനല്ല റബ്ബേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അദീം. ഞാൻ വിഷയത്തിൽ നിന്ന് മാറി വന്നത് എന്തറിയോ? നിങ്ങൾ ഒന്നും ഉണരാൻ വേണ്ടിയാണ്. നിങ്ങൾ ഉണർത്താൻ ഞാൻ അർഹനല്ല. നിങ്ങൾ ഒഴുകി ക്ഷീണത്തിലൂടെ ഞാൻ എല്ലാവരും, കാരണം ഇന്നലെ രാത്രി ലൈലത്തുൽ ഖദ്ർ ആയതുകൊണ്ട് ഇത് പറയുന്നത് ഒന്നും ഞാൻ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ഉണർച്ച ഉണ്ടാവല്ലോ.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടി പറയും, ഇലാഹി ലസ്തുൽ, ഉച്ചത്തിൽ പറയും, അടുത്തൂടെ ഒന്ന് ഉണരണം. മാഷാ അല്ലാഹ്. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم أتى ولا تكرم اللهم إني أسألك الجنة الله إنك സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഇലാഹി ലസ്തു ലിൽഫിർദൗസ് അഹ്ലാ, ആ സ്വർഗ്ഗത്തിലേക്ക് ഞാൻ അർഹനല്ല റബ്ബേ, അതിനുള്ള യോഗ്യത എനിക്കില്ല റഹ്മാനേ. വലാ ഖുവാ അലാ നാരിൽ ജഹീമി, നരകമാണെങ്കിലോ അത് സഹിക്കാൻ എന്നെ കൊണ്ട് വയ്യ റഹ്മാനേ. എന്റെ പ്രിയമുള്ളവരെ, ഈ നരകത്തെ കുറിച്ച് അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുമ്പോ ഒരുപാട് ആയത്ത് ഹദീസിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നോക്കൂ, ഒരു ആയത്ത് മതി, ഒരു ആയത്ത് നരകത്തിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാൻ വേണ്ടി. നോക്ക്, ഒരു ആയത്ത് നരകം എത്ര ഭീകരമാണ് എന്ന് പറയാൻ ഇന്ന് സയൻസ് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ശാസ്ത്രലോകം കണ്ടുപിടിച്ച ആ നരകത്തിന്റെ ഗൗരവം എത്ര കഠോരമാണ് എന്ന് മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ ആ വിശുദ്ധ ഖുർആന്റെ തഫ്സീർ ഉസ്താദ് പറഞ്ഞു തരുമോ, അതിന്റെ അർത്ഥം പറഞ്ഞു തരുമോ, ഞാൻ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആൻ എന്തേ ഇങ്ങനെ പറഞ്ഞാണ് മനസ്സിലായോ? ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദൂഹ അന്നാസ വൽ ഹിജാറ. നോക്കൂ, ഖുർആൻ പറയുന്നു, ഖൂ അൻഫുസകും, നിങ്ങൾക്കുള്ള സ്വയം ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്തിനെ തൊട്ട്? നാറ, നരകത്തിനെ തൊട്ട്. വഖൂദൂഹ അന്നാസ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് നാസ, ജനങ്ങളെയും, വൽ ഹിജാറ, കല്ലിനെ എന്നാണ്. അപ്പോൾ ഞാനൊക്കെ ചിന്തിച്ച്, അപ്പൊ ഈ താവൊഴിച്ച് കത്തിക്കപ്പെടുന്ന നരകം അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കപ്പെടുന്ന നരകം എന്ന് പറയുമ്പല്ലേ ഒരു ഭീകരം കൂടുന്നത് അല്ലെ? നമുക്ക് വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ അടുപ്പത്ത് കല്ലൊക്കെ ഉണ്ടാക്കുന്നതിനാണ് കല്ല് കത്തൂര. അതുകൊണ്ടല്ലേ ഭക്ഷണം ഉണ്ടാക്കുമ്പോ കല്ലല്ലേ വെക്കല്? എന്തുകൊണ്ടത്? കല്ല് കത്തൂര എന്നതല്ലേ? എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, നരകത്തിൽ കത്തിക്കപ്പെടുന്ന നാസും ഹിജാറും, ഈ രണ്ടിനെയാണ് കത്തിക്കപ്പെടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ ആയത്ത് കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത്? നാസും ഹിജാർ കത്തും എന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ സാധാരണ ബുദ്ധിയിൽ കുറച്ച് കൂടുതൽ പഠിച്ചവരൊക്കെ മനസ്സിലാവും. ഹിജാർ കത്തുവോ? ഹിജാർ എന്ന് പറഞ്ഞ കല്ല് കത്തുവോ? എന്റെ മനസ്സിലൊക്കെ തോന്നുന്നത് കത്തൂല എന്നാണ്. എനിക്ക് എങ്ങനെ തോന്നും? കത്തും തോന്നുന്നു. കത്തുന്ന എന്ത് കത്തുന്നില്ല? മാഷാ അല്ലാഹ്, കത്തുന്നില്ല. എന്റെ ഫോണുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? കത്തുന്ന നിങ്ങൾ മുണ്ടെന്നറിയോ? ഞാൻ പ്രസംഗിച്ചിന് പോട്ടി ഞാൻ മുണ്ട് നിന്ന് കുറച്ച് നിങ്ങൾ ഉണരാൻ വേണ്ടിയാണ്. കല്ല് കത്തുന്നു തോന്നുന്നുണ്ടോ? നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ ഉണരാൻ വേണ്ടി മാത്രമാണ്. എന്റെ പ്രിയമുള്ളവരെ, കല്ല് കത്തുവോ? ഇല്ല. മാഷാ അല്ലാഹ്, കല്ല് കത്തുവോ? ഇല്ല. പിന്നെന്തുകൊണ്ട് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു കല്ലിനെയും ജനങ്ങളെ ഇട്ട് കത്തിക്കപ്പെടുന്ന നരകമെന്ന്? കത്താത്ത കല്ലിനെ ഇട്ട് കത്തിക്കപ്പെടുന്നുവെന്ന് പറഞ്ഞത്? എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങ് നോക്ക്, നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഉമ്മ ഉണ്ടാക്കുന്ന, നമ്മുടെ ഭാര്യ ഉണ്ടാക്കുന്ന വെള്ളമുണ്ടല്ലോ, അത് തിളച്ച് മറിയണമെങ്കിൽ അയാളെ നമ്മളൊക്കെ ചെന്ന് പറയും, എന്ത് ചെല്ലി കുറച്ച് മുണ്ടിട്ട് വേണമെന്ന് പറഞ്ഞ് എന്തറിയോ? ഈ ദീനിയായ ക്ലാസ് എന്ന് പറഞ്ഞ എന്തറിയോ? ക്ലാസ് നിനക്കറിയോ? റസൂലിന്റെ അരികിൽ ഒരാൾ വന്നു, അല്ലെ, ഹബീബിന്റെ അരികിൽ വന്നു. കാരണം വസ്ത്രം എല്ലാം നല്ല അല്ലെ, ഒരു യാത്രയുടെ ഒരു അടയാളമില്ലാത്ത ഒരാൾ ഹബീബിന്റെ മുട്ടോട് ഇങ്ങനെ ചേർത്ത് നിന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് നിന്നിട്ടോ ഹബീബിനോട് ചോദിച്ചു, അനിൽ ഇസ്ലാം യാ അല്ലാഹ്, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് റബ്ബേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാൻ വിശാലമായ ഒരു ഹദീസാണ്. എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇപ്പൊ വന്ന ആളെ നിനക്ക് അറിയുമെന്ന് കേട്ടു? ഇപ്പൊ വന്ന ആളെ അറിയുമെന്ന്? അപ്പൊ പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞത് ജിബ്രീലാണ് വന്നത്. ഇപ്പൊ വന്നതാരാണ്? ജിബ്രീലാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ ഒരു വാക്ക് ഗൗരവമാണ്. എന്നിട്ട് പറഞ്ഞ ഒരു വാക്കാണ് ഗൗരവം. ആരാ വന്നത്? ജിബ്രീലാണ്. എന്തിനു വന്നതെന്നറിയും? നമ്മളെ ഭാഷയിലൊന്നുണ്ടല്ലേ,
എന്നിന് വന്നതെന്നറിയോ? ജിബ്രീൽ വന്നത് എനിക്ക് ദീന് പഠിപ്പിക്കാനാണ്. ദീനിങ്ങനെ വേദ പറയാ കേൾക്കുന്നല്ല, നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കണം. കാരണം ഇസ്ലാം എന്തെന്ന് ചോദിച്ചു, ഇസ്ലാമിന് മറുപടി പറഞ്ഞു. ഈമാൻ എന്തെന്ന് ചോദിച്ചു, ഈമാൻ മറുപടി പറഞ്ഞു. ഇഹ്സാൻ എന്നും ചോദിച്ചു, മറുപടി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്. വന്നതെന്തിന്? ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനോ ഈമാനെ കുറിച്ച് പഠിക്കാനോ ഒന്നുമല്ല, ദീൻ എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പൊ നീക്ക് എന്താക്കാം, ചില ചോദ്യങ്ങൾ ഞാനിപ്പോ പറയുമ്പോ, ഇന്നലെ നമ്മുടെ അവിടെ ഒരു മുത്താലിമു പ്രസംഗിക്കാൻ വന്നു. ബോഹർക്ക് പ്രസംഗിച്ചിരിക്കുമ്പോ അയാൾ ഒരു ചരിത്രം ഇങ്ങനെ പറഞ്ഞിട്ടാകുമ്പോ അവിടെ ഒരാൾ ചില ഉസ്താദ് ചരിത്രം അങ്ങനല്ലല്ല, അതിങ്ങനല്ലേ. ചരിത്രം എന്ന് പറയുമ്പോൾ ദീനിൽ അഭിപ്രായം വരും, വ്യത്യസ്തമായ ശൈലുണ്ടാകും. ഒരു ഉസ്താദ് ഒരു ശൈലി പറയുന്നു, അതിനും ഇപ്പൊ നോക്കുക ലൈലത്തുൽ ഖദ്ർ 27 സംഭവിക്കുന്നു എന്നതിന് ഒരുപാട് ദലീലാണ്, ഒരുപാട് തെളിവുകൾ പറയുന്നുണ്ട്. കാരണം ഹബീബിന്റെ അരികിൽ ഒരാൾ വന്നു, യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ പ്രായമുള്ള ആളാണ് നബിയെ, എനിക്ക് ലൈലത്തുൽ ഖദ്ർ എല്ലാ ദിവസവും എനിക്ക് ഹയാത്താക്കാൻ പറ്റൂല നബിയെ, അവസാനമുള്ള എല്ലാ ദിവസവും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നബിയെ സാധിക്കുക? അത് എന്നെ കൊണ്ട് സാധിക്കൂല നബിയെ, എനിക്ക് ഒരു ദിവസം പറഞ്ഞു തരും നബിയെ എന്ന് പറഞ്ഞു. മുത്തായ റസൂൽ പറഞ്ഞു, ഇതാ 27 ശ്രദ്ധിച്ചോ. അപ്പൊ ലൈലത്തുൽ ഖദ്ർ 21 സംഭവിക്കൂലേ? ഒരാളുടെ 21 സംഭവിക്കും. ഇപ്പൊ ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ 27 സംഭവിക്കുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം ഈ വർഷത്തെ റമദാൻ തുടങ്ങിയത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച റമദാൻ തുടങ്ങിയാൽ ലൈലത്തുൽ ഖദ്ർ 27 സംഭവിക്കുന്നുണ്ടോ? അതേസമയത്ത് ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ 25 സംഭവിക്കും. വേറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ചൊവ്വാഴ്ച റമദാൻ തുടങ്ങിയാൽ 25 ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ദീൻ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ദീൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചു പഠിക്കുമ്പോ അൽഹംദുലില്ലാഹ് നേരത്തെക്കാൾ ഇപ്പൊ സദസ്സൊന്ന് ഉണർന്നു. അത് വലിയ സന്തോഷമാണ്. അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മുടെ അന്നൂർ മുസ്ലിം യൂത്ത് ഫെഡറേഷൻ നിങ്ങളെ എത്ര അഭിനന്ദിച്ചാൽ, കാരണം നിങ്ങൾ എനിക്കൂടെ അവസരം തന്നതിന് വേണ്ടി നിങ്ങൾ അഭിനന്ദിക്കുന്നില്ല, നിങ്ങളെ മനസ്സ്. കാരണം അതിലുള്ളത് പ്രഗത്ഭരായ നേതാക്കൾ. നമ്മൾ ചെറിയ മക്കളായിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവർ വലിയ നേതാക്കളായിരുന്നു. അവര് ഒന്നിനും പറ്റാത്ത, ഒന്നിനും സാധിക്കാത്ത ഒരാളെ വയലിന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ മനസ്സിന്റെ നന്മയെ. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ റമദാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഹൈറായ അമൽ മറ്റൊന്നും ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പല നാടുകളിലും നാട്ടിന്റെ ഉസ്താദന്മാർ എന്ന് പറയുമ്പോൾ പുച്ഛമായി കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട് വലിയ അഭിനന്ദിക്കണം. 4 ദിവസത്തെ പരിപാടി നാട്ടിന്റെ ഉസ്താദന്മാരെ കൊണ്ട്, അതും ആ സദസ്സ് നോക്കുമ്പോൾ വലിയ സന്തോഷം. ഞാൻ വരുമ്പോ തന്നെ ചിന്തിച്ച്, കാരണം ഒരു 10 ആളെ ഉണ്ടാവുള്ളൂ, കുറെ ആളൊന്നും ഉണ്ടാവില്ല, കുറെ കിതാബൊന്നും നോക്കണ്ട, മനസ്സുള്ളത് കുറച്ചും പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി പിരിഞ്ഞു വരാനാണ് കരുതിയത്. നിങ്ങളെ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നാം എന്താണ് ഇപ്പോൾ പറഞ്ഞു വെച്ച വിഷയം? എനിക്കോർമ്മയുണ്ട്, നിനക്കോർമ്മയുണ്ടെന്നറിയാൻ. എനിക്കോർമ്മയുണ്ട്, പുസ്തകം മറന്നു വിചാരിക്കണ്ട. മനുഷ്യന്മാർ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു യാഫിയത്തുള്ള ദീർഘായുസ്സ് ആരോഗ്യം നൽകണേ റഹ്മാനെ. നരകം മനുഷ്യന്മാർ അല്ലേ? ഈ 2 വിഷയമാണ് പറഞ്ഞത്. കല്ലും മനുഷ്യന്മാരിട്ട് കത്തിക്കപ്പെടും അല്ലേ? പിന്നെ അവിടെ എത്തി ഭാര്യയിലേക്ക് എത്തി അല്ലേ? ഭാര്യ തിളച്ചു മറിയുന്ന വെള്ളം കൊടന്നു വന്ന് എന്റെ കയ്യിൽ തരുമ്പോ, എന്റെ ഉമ്മ എന്റെ കയ്യിൽ തരുമ്പോ അത് എന്റെ ശരീരത്തിന്റെ ഭാഗത്തിലേക്ക് വീണ്, അത് ഇത്ര 100°C ചൂടിൽ മാത്രം ചൂടായ വെള്ളം അത് തിളച്ചു മറിയുമല്ലേ? അത് ശരീരത്തിന്റെ ഭാഗത്തിലേക്ക് വീണാൽ ആ വേദന കൊണ്ട് കുളഞ്ഞ് എനിക്ക് സഹിക്കാൻ കഴിയാതെ ഞാൻ പല ആശുപത്രിയിലേക്ക് ഓടിപ്പോകും. അവർ പറയും, സൗണ്ട് പറയും, പുത്തൂർ പറയും മൈക്കാലത്ത് പോയി, അങ്ങനെ പറഞ്ഞിട്ട് അതേയാവും യാത്ര. കാരണം സഹിക്കാൻ കഴിയില്ല. എത്ര? കേവലം 100. എന്നാൽ ഇന്ന് നോക്ക്, അതും ദിനിയാവിന്റെ കല്ല്, പരലോകത്തെ കല്ലല്ല, ദിനിയാവിന്റെ കല്ല്. പേപ്പർ പോലെ കത്തുരുകണമെങ്കിൽ, ദിനിയാവിന്റെ കല്ല് കത്തുരുകണമെങ്കിൽ എത്ര സെൽഷ്യസ് ചൂട് വേണമെന്നറിയോ? 1.5 ലക്ഷം. സുബ്ഹാനല്ലാഹ്. എത്ര? നരകത്തിലെ ചൂടിന് ഇതിനപ്പുറം വേണം? ചൂടായിരിക്കും. ഈ 100 തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 1.5 ലക്ഷം നരകം എങ്ങനെയായിരിക്കും? എത്ര ഭീകരമായിരിക്കും അത്. ദുനിയാവിന്റെ ഒരു കല്ലാണ്, പരലോകത്തിന്റെ കല്ല് പറയേണ്ടതില്ല. ആ നരകത്തുനിന്ന് രക്ഷപ്പെടണമെന്നുള്ളത് അത് നിർബന്ധമായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ 4 കാര്യം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത
വഅഊദു ബിക മിനൻ നാർ. അല്ലാഹ് ഇബാദത്തിന് അർഹൻ നീ മാത്രമാണ് റബ്ബേ. ഞാൻ പാപിയാണ് അല്ലാഹ്, ദോഷിയാണ് റഹ്മാനെ. എന്റെ സർവ്വ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞാൻ അർഹനല്ലെങ്കിൽ സ്വർഗം ചോദിക്കാൻ വല്ലാത്ത ഭയം അല്ലാഹ്. നിന്റെ നരകം സഹിക്കാൻ ഈ ശരീരത്തിന് സാധ്യമല്ല റഹ്മാനെ. ഈ ഒരു ദിക്ർ റമദാനിൽ മാത്രമല്ല, റമദാൻ തുടങ്ങിയാൽ ഇത് അടുത്ത റമദാൻ വരെ മുൻഗാമികൾ എങ്ങനെയാണ് 6 മാസത്തോളം അല്ലാഹ് ഈ റമദാൻ നിങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്, ഇങ്ങനെയായിരുന്നു ദുആ. പിന്നെ 6 മാസം കഴിഞ്ഞാൽ ബല്ലിഗ്നാ റമദാൻ, ബല്ലിഗ്നാ റമദാൻ, റമദാൻ എത്തിച്ചു തരണേ. എന്റെ പ്രിയമുള്ളവരെ, നാം എത്ര കണ്ടല്ലാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹ്. ഒന്ന് മനസ്സ് നിറഞ്ഞു പറയ് അൽഹംദുലില്ലാഹ്. എത്ര ആളുകളാണ് ഈ റമദാൻ എത്തിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്തത്. ഈ അടുത്ത് തന്നെ ഒരുപാട് ഉസ്താദന്മാർ പലരും ഇന്ന് മരണപ്പെട്ടു പോയി. നരകം ഭീകരമാണ് എന്ന വിഷയത്തെ ആസ്പദമായി സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇർഫാൻ ഉസ്താദ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഭീകരമായ അപകടം സംഭവിക്കുന്നു. ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് അവസരം നൽകി. എത്ര ആളുകളാണ് മുയാദിന്റെ ഭാര്യ, തന്റെ ഭർത്താവ് 9 മാസം ഗർഭിണിയുള്ള ഭാര്യ തന്റെ ഭർത്താവ് വരാൻ ഇങ്ങനെ കാത്തുനിന്ന് സദ്യമെല്ലാം ഒരുക്കുമ്പോൾ വീട്ടിലേക്ക് പലരും ഇങ്ങനെ കടന്നു വരുന്നു. ഭാര്യ അത്ഭുതപ്പെട്ടു. പിന്നെയാണ് ഒരാൾ വന്ന് ദുആ ചെയ്യുമ്പോഴാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് ദുആ ചെയ്യുമ്പോൾ ആ ഭാര്യക്ക് അപകടം മണത്തു. എന്റെ ഭർത്താവിന് എന്തോ സംഭവിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്. ആ ഭാര്യ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാക്കട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ചെറുപ്പക്കാർ മരണപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അബൂബക്കർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പെറിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ്. അയാളുടെ മകൻ ഷാഫി. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരുപാട് നിങ്ങൾക്കുള്ള കുടുംബങ്ങൾ മരണപ്പെട്ടവരുണ്ടാകും. കാരണം തൊട്ടടുത്തുകൊണ്ട് നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ. നമ്മുടെ ഷെരീഫ്, കാരണം എൻ്റെ കുടുംബക്കാരനൊക്കെ ഒന്ന് ഓർമ്മ വരുന്നു. അങ്ങനെ ഇവിടെ മരണപ്പെടുന്ന കഥകളൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് അറിയില്ല. നമ്മുടെ കുടുംബത്തിൽ എത്രയോ അനുഭവങ്ങൾ ഉണ്ടാകും. കാരണം ഒരു ദിവസം വാട്സപ്പിൽ ഇങ്ങനെ ഞാൻ വാർത്ത നോക്കുന്നു, ഷാഫി മരണപ്പെട്ടു എന്നുള്ള വാർത്ത കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. യാ അല്ലാഹ്, അവർക്ക് ചാച്ച എന്ന് പറഞ്ഞാൽ എന്ത് സ്നേഹമായിരുന്നു. അല്ലാഹ്, ഞാൻ വിചാരിച്ച ആ കുടുംബം എങ്ങനെ സഹിക്കും റബ്ബേ. പ്രിയപ്പെട്ട ഷെരീഫ് മരണപ്പെട്ട വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചുകൂടി നമ്മുടെ ശംസുദ്ദീൻ, അല്ലാഹ് എല്ലാവർക്കും നീ പൊരുത്തു കൊടുക്ക റഹ്മാനെ. ഖബർ വിശാലമാക്കി കൊടുക്ക റഹ്മാനെ. അല്ലാഹു, താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എത്ര ആളുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മ ഇന്ന് വിട പറഞ്ഞു പോയത്. അല്ലാഹുക്കുള്ള ഖബറിനെ വിശാലമാക്കല്ലാ. അല്ലാഹു ജീവിച്ച് കൊതി തീരുന്നതിന് മുന്നേ നമ്മൾ വിട പറഞ്ഞു പോയ റഹ്മാനെ. പല ചെറുപ്പക്കാരുമുണ്ട് റഹ്മാനെ. അല്ലാഹ്, അവരെല്ലാം നീ അറിയുന്നവനാണ് റഹ്മാനെ. അവരുടെ കുടുംബം ഇന്നും കണ്ണീരിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഇന്ന് ചിരിച്ച് സംസാരിക്കുന്ന മാത്രം. ഇപ്പോ എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാണ്. എൻ്റെ ബാപ്പാനെ എനിക്കറിയാം. ഞാൻ ബാപ്പാനെ പുകഴ്ത്തി പറയുന്നല്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് പള്ളിയിലിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കാരണം എന്തെന്നറിയോ, വീട്ടിലേക്ക് കടന്നു വന്നാൽ ബാപ്പ ഒരു പാവപ്പെട്ട പോലെ നിങ്ങളോട് എങ്ങനെ പെരുമാറി എനിക്കറിയില്ല. എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ ബാപ്പയിൽ നിന്ന് വന്നു പോയിട്ട് നിങ്ങൾ പൊരുത്തു കൊടുക്കണം, നിങ്ങൾ മാഫ് ചെയ്യണം. കാരണം ഇവരെ ഇല്ലാത്ത ആളാണ്. കാരണം വീട്ടിലേക്ക് സംസാരിക്കാൻ നമുക്കറിയാം. പ്രിയപ്പെട്ട ബാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു പാവപ്പെട്ട ആളെ പോലെ, ഞാൻ വലിയ മുതലാളി ബാപ്പ. വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം കുത്തുപോകുന്ന സമയത്ത് ബാപ്പ വന്നിരിക്കുന്നു. ഞാൻ സ്വലാത്ത് മജ്ലിസിൽ പലപ്പോഴും എനിക്ക് കരച്ചിൽ വരുന്ന എല്ലാ സദസ്സിലും നോക്കിയും ബാപ്പാന്റെ പോലത്തെ ആൾക്കാർ, ഈ സദസ്സിലുണ്ട് ബാപ്പാന്റെ പോലത്തെ ആൾക്കാർ, ബാപ്പാന്റെ ചങ്ങായിമാരൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു സങ്കടം ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് നാം നിർത്തും. കാരണം ആ കുടുംബം ഇന്നും പ്രയാസത്തിലാണ്, ആ കുടുംബം ഇന്നും സങ്കടത്തിലാണ്. അല്ലാഹു ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, അവർക്കെല്ലാം പൊരുത്തു കൊടുക്കണേ റഹ്മാനെ. എത്ര സഹോദരിമാർ റബ്ബേ മക്കളെ തനിച്ചാക്കി നമ്മിന്ന് മരണപ്പെട്ടു പോയത് ഇന്ന് ആരുടെ മണ്ണിലാണ് റഹ്മാനെ. എന്നും അവരെ മറക്കരുത്. വലിയ സന്തോഷം. നമ്മുടെ പാക്ക ഉസ്താദ് മാഷാ അല്ലാഹ് എന്നും ഇവിടെ മരണപ്പെട്ടവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചില മഹല്ലത്ത് അങ്ങനെയല്ല. ഉസ്താദന്മാർ അവരുടെ ഡ്യൂട്ടി മാത്രം. ഇവിടെ ബാക്കി ഉസ്താദങ്ങളുടെ സ്വന്തം ഒരു നാടിനെ പോലെ, സ്വന്തം ഒരു കുടുംബത്തെ പോലെ നമ്മളെ കാണുന്നുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉസ്താദന്മാർക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വിഷയത്തിൽ ഞാൻ മാറി വന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. ആരും ഒന്ന് ചിന്തിക്കരുത്. ഇന്നാ
അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഈ സൂറത്തിന്റെ പ്രിയപ്പെട്ടവരെ ഒരു തവണ ഓതിയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മൊത്തത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ, പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടാൽ അവരെ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇന്നു മുതൽ ഇത് ഓർമ്മയിൽ വെക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചു എന്ന് മനസ്സിലായാൽ, ഉമ്മ മരിച്ചെന്ന് മനസ്സിലായാൽ, അതവിടെ കവലത്തിലുണ്ടല്ലോ ഒരു മൺപിടി ഞങ്ങൾ വെക്കുമല്ലോ. മൺപിടി വെക്കുമ്പോൾ ആ മൺപിടിയിൽ എന്റെ പ്രിയമുള്ളവരെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് 7 തവണ ഓതി മന്ത്രിച്ചതിൽ ഇഷ്ടിനൂതി അത് ആ ഉപ്പയുടെ ഉമ്മയുടെ ജ്യേഷ്ഠന്റെ അനുജന്റെ കബറിൽ വെച്ചാൽ ലാ ഹിസാബ ലഹു, അവനിക്ക് ഖബറിൽ ഹിസാബില്ല എന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരു 7 തവണ ആകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാൾ പരിശുദ്ധ റമദാൻ മാസത്തിൽ സൂറത്തുൽ ഖദ്ർ ഒരു 100 തവണ ഓതി ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ എന്ത് ചോദിക്ക് അത് അല്ലാഹു നൽകുമെന്നുള്ളതാണ്. സൂറത്തുൽ ഖദ്ർ വെള്ളിയാഴ്ച ദിവസം ഒരാൾ 100 തവണ 1000 തവണ ഓതിയാൽ അന്ന് ഹബീബിനെ സ്വപ്നത്തിൽ കാണും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ ഖദ്ർ നമ്മുടെ മക്കൾ പ്രസവിച്ചപ്പോൾ ആത്മാർത്ഥമായ വെലഞ്ചെവിയിൽ ഊതിയാൽ ആ കുട്ടി ഒരിക്കലും ലഹരിയുടെയോ അല്ലെങ്കിൽ മറ്റു മോശമായ ഒന്നിനും ആ കുട്ടി ഇടപെടൂല. അള്ളാഹുവിന്റെ വലിയ സംരക്ഷണം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തുകൊണ്ട് ആ സൂറത്ത് എത്ര മഹത്വം ഖദ്റിനെ ചർച്ച ചെയ്യുന്നുണ്ട്? ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുമ്പോൾ ഖദ്ർ എന്ന് ഖദ്റിന്റെ രാത്രി എന്നാണ് അതിന്റെ അർത്ഥം. ഖദ്ർ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം എന്തെന്നറിയോ? ഖദ്ർ എന്നുള്ളത് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള എല്ലാം തീർമാനിക്കുന്നതാണ്. ലൈലത്തുൽ ഖദ്ർ, ഖദ്റിന്റെ ദിവസം എപ്പോഴാകുന്നോ ഒരു വർഷത്തേക്ക് നമ്മുടെ ഭക്ഷണം ഏത് ചെടിയിൽ നിന്നാണ് നീ ഭക്ഷണം കഴിക്കുന്നത് ഇതെല്ലാം തീർമാനിക്കപ്പെടുന്ന ദിവസമാണ് ഖദ്ർ എന്നതിന് പേര് വരാൻ കാരണം. സൂറത്തുൽ ഖദ്റിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ദിവസങ്ങളോട് പറയുന്നത് അത്രയ്ക്ക് മഹത്വമുള്ളതാണ്. അല്ലാഹു ആ ഖദ്ർ സൂറത്തിന്റെ ഹഖ് ജാബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ലൈലത്തുൽ ഖദ്ർ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം, അല്ലാഹു നമുക്ക് നൽകിയ ആഫിയത്ത്, അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യം, അല്ലാഹു നമുക്ക് തന്ന ഒഴിവ് സമയം, അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത്, ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ ദീനിയായ കാര്യത്തിൽ ഉള്ള സമയത്ത് നാം ഉപയോഗിച്ചാൽ സുബ്ഹാനല്ലാഹ് ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും, നമുക്കുള്ള ഒഴിവ് സമയം നഷ്ടപ്പെട്ടു പോകും, അല്ലാഹു നമുക്ക് തന്ന ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകും. ഇതെല്ലാം നഷ്ടപ്പെടുന്ന സമയത്തും ഇത് മുറിയാതെ കണ്ട് നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്താൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه ഒരു 3 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. الله സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, വത്തീൻ എന്ന് പറഞ്ഞാൽ അത്തിമരത്തെ തന്നെയാണ് സത്യം. അത്തിമരം എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലൊക്കെ നമ്മുടെ നാടുകളിലുണ്ട്. ഫലസ്തീന്റെ മരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ
അതിന്റെ ആ സ്വാദിഷ്ടം, ആ മരത്തിനുള്ള പ്രത്യേകത, ആ ഔഷധ ഗുണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്സൈതൂൻ എന്നെ കായ്ക്കപ്പെടുന്ന സൈത്ത് മരത്തെ സത്യം ചെയ്തുകൊണ്ട്, സീനാ പർവ്വതത്തെ സത്യം ചെയ്തുകൊണ്ട്, വഹാദൽ ബലദിൽ അമീൻ ഈ നാടിനെ തന്നെ പരിശുദ്ധമായ കഅബയെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോട് ഒരു കാര്യം പറയുകയാണ്. ഒരു കാര്യം ഗൗരവമിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നാം അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാൻ വേണ്ടി സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ 4 കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം മനുഷ്യനെ നാം സൃഷ്ടിച്ചത് ഫീ അഹ്സനി തഖ്വീം വളരെ മനോഹരമായ കോലത്തിലാണ്, വളരെ മനോഹരമായാണ് മനുഷ്യരെ നാം സൃഷ്ടിച്ചത്. പിന്നെ ഞങ്ങൾ മനുഷ്യരുണ്ടല്ലോ അസ്ഫല സാഫിലീൻ ഏറ്റവും അധമരിലേക്ക് നാം അവരെ മടക്കപ്പെടുമ്പോൾ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇല്ലല്ലദീന ആമനൂ വിശ്വസിച്ച അതുപോലെ അമിലുസ് സ്വാലിഹാത്തി സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ ഗൈറു മംനൂൻ അവർക്ക് വിലങ്ങപ്പെടാത്ത പ്രതിഫലം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഈ ആരോഗ്യത്തിന്റെ സമയത്തുണ്ടല്ലോ നാം കൃത്യമായത് ഉപയോഗപ്പെടുത്തിയാൽ, നോക്കൂ, ആരോഗ്യം ഇരിക്കുന്ന സമയത്ത് ആ ആരോഗ്യം നാം ദീനിന് വേണ്ടി ചെലവഴിച്ചാൽ പെട്ടെന്നായിരിക്കും അപകടം വരിക, പെട്ടെന്നായിരിക്കും മരണം വരിക, പെട്ടെന്നായിരിക്കും രോഗം വരിക, പെട്ടെന്നായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുക. ആരോഗ്യം എപ്പോഴാണ് നഷ്ടപ്പെടുക എന്നറിയില്ല. നീ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്ത് പകൽ എഴുന്നേൽക്കുമ്പോൾ നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കും. എന്നാൽ ഖുർആൻ പറയുന്നുണ്ട്, അവർക്ക് വിലങ്ങപ്പെടാത്ത പ്രതിഫലം രേഖപ്പെടുത്തുകയാണ്. നീ നോക്കൂ, ഇന്നലത്തെ രാത്രി ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നീ എന്ന് പറയുമ്പോൾ ആരും എന്ന് വിചാരിച്ചു പോകല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കണമെന്നുള്ള ആർത്തിയോട്, വളരെ സന്തോഷത്തോടെ, വളരെ ആവേശത്തോടു കൂടി നീ അതാ പള്ളിയിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രിയമുള്ളവരെ പെട്ടെന്നാണ് അപകടം സംഭവിക്കുന്നത്. നിന്റെ ആഫിയത്ത് അതോടുകൂടി നഷ്ടപ്പെട്ടു. എന്നാലും കഴിഞ്ഞ വർഷം നീ ഹയാത്താക്കിയവനാണ്, നിനക്ക് ആഫിയത്തിരിക്കുന്ന കാലഘട്ടത്തൊക്കെ നീ ഹയാത്താക്കിയവനാണ്, നീ ആഫിയത്തിരിക്കുന്ന കാലഘട്ടത്തൊക്കെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചവരാണ്, മറ്റു ഇബാദത്തുകളെ കൊണ്ട് നീ ധന്യമാക്കിയവനാണ്. എന്നാൽ നീ ആഫിയത്തില്ലാതെ വീട്ടിൽ കിടക്കുമ്പോൾ പോലും അല്ലാഹ് നിനക്ക് പരിപൂർണമായ കൂലി രേഖപ്പെടുത്തുകയാണ്. നീ പള്ളിയിൽ വന്ന് നിസ്കരിച്ച സമയത്തുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അതിൽ ചില പിഴവുകൾ സംഭവിച്ചിരിക്കാം. ആ പിഴവുകളെ കാരണം കൊണ്ട് നിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടിരിക്കാം. എന്നാൽ നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് വീട്ടിൽ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു പിഴവും സംഭവിക്കാതെ പരിപൂർണമായി കൂലി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ള കാലഘട്ടത്തുണ്ടല്ലോ വളരെ കൃത്യമായി നാം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുകയാണെങ്കിൽ വിലങ്ങപ്പെടാത്ത, മുറിക്കപ്പെടാത്ത പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്തുണ്ടല്ലോ എപ്പോഴാണ് നഷ്ടപ്പെടുക എന്നറിയില്ല. ചെറിയൊരു വയറുവേദന മതി, ചെറിയൊരു വയറുവേദന മതി. ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ റിപ്പോർട്ട് പറയുന്നു ഗുരുതരമായ രോഗമാണ്. ഇതാ ഈ സമയം തന്നെ 18 കോടി വേണം, 10 കോടി വേണം, 1 കോടി വേണം എന്ന് പറയുമ്പോ നിന്റെ സമ്പത്ത് അസ്തമിച്ചു പോയി. പിന്നെ നിന്റെ സമ്പത്തിന് ഒരു വിലയില്ല. പിന്നെ അന്യവന്റെ മുമ്പിൽ യാചിക്കേണ്ടി വരും. നീ സമ്പത്തുള്ളവനായിരുന്നു, നിന്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്തിരിക്കുന്ന കാലഘട്ടത്തുണ്ടല്ലോ നിന്റെ വീട്ടുകൾ യാചകന്മാർ വന്നിരുന്നു, പലരും വന്നിരുന്നു. ആ സമയത്തുണ്ടല്ലോ നല്ല തുക നീ അവരെ കയ്യിലേക്ക് നീട്ടി കൊടുത്തവനാണ്. അതാ നിന്റെ വീട്ടിൽ നീ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ സുബ്ഹാനല്ലാഹ് ഒരു യാചകൻ വരുന്നു, വളരെ സന്തോഷത്തോടുകൂടി മാഷാ അല്ലാഹ് ഈ വീട്ടിൽ പോയാൽ നല്ലൊരു സമ്പത്ത് ഉറപ്പായി കിട്ടുമെന്ന് ആവേശത്തോട് വീട്ടിലേക്ക് വരുമ്പോൾ മാഷാ അല്ലാഹ് ആ
മനുഷ്യനുണ്ടല്ലോ, ആ പാവപ്പെട്ടവനുണ്ടല്ലോ വന്ന് പറയുന്നു വലിയ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, സഹായിക്കണേ എന്ന് പറയുമ്പോൾ നിനക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. നിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ പറയുകയാണ് അയാള് രോഗിയാണ്, അയാള് വലിയ രോഗിയാണ്, അതുകൊണ്ട് കയ്യിലൊന്നുമില്ല, ഒന്നും തരാൻ കയ്യിലില്ല എന്ന് പറയുമ്പോൾ ആ യാചകൻ വെറുതെ ഇങ്ങനെ മടങ്ങി പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ യാചകൻ എല്ലാ വർഷം തോറും വീട്ടിൽ വരുന്ന സമയത്തുണ്ടല്ലോ നീ 1000 രൂപയും 5000 10,000 കൊടുത്തവനാണ്, പക്ഷേ ഇന്ന് വരുമ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ല. മാഷാ അല്ലാഹ്, നിനക്കപ്പോൾ അല്ലാഹു രേഖപ്പെടുത്തുന്നത് അതാ കൊടുത്ത 5000 രൂപയുടെ പ്രതിഫലമാണ്. അതുകൊണ്ട് ഉള്ള കാലത്തുണ്ടല്ലോ കൃത്യമായി ഉപയോഗപ്പെടുത്തണേ. ഒത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇബ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾ 5 കാര്യത്തിന് മുമ്പായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. അതിൽ ഒന്നാമത് പറയുന്നത് ശബാബക്ക്, ശബാബക്ക് നിന്റെ യൗവനമുണ്ടല്ലോ, ഖബ്ല ഹറമിക്ക്, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം. എന്റെ പ്രിയമുള്ളവരെ, ഈ വാർദ്ധക്യം ഒന്നുണ്ടല്ലോ, പ്രായമുള്ളവരുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അവരുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിപ്പോ നോക്ക്, നാം ചെറുപ്രായത്തിൽ മദ്രസയിൽ വന്നതും നമ്മുടെ ഉസ്താദന്മാർ, എന്നെ പഠിപ്പിച്ച എല്ലാ ഉസ്താദന്മാരെയും ഇന്നും ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ട അസീർ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എത്ര ഉസ്താദന്മാർ മദ്രസയെ കൊടന്നു വന്ന് ഇന്ന് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് മക്കളായി എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കുട്ടിത്വമാണുള്ളത്, പ്രായമുള്ളവർ അത് തന്നെയാണുള്ളത്. പെട്ടെന്നാണ് പ്രായം വരുന്നത്, പെട്ടെന്നാണ് വാർദ്ധക്യം വരുന്നത്. അപ്പോൾ പ്രായമുള്ള സമയത്തുണ്ടല്ലോ, ശബാബുള്ള സമയത്ത്, യൗവനമുള്ള സമയത്ത് നാം കൃത്യമായത് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രായമുള്ള സമയത്ത് ചിലപ്പോൾ കൃത്യമായി പള്ളിയിൽ വരാൻ സാധ്യമാവൂല, ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കാൻ സാധ്യമാവൂല, മറ്റു അമലുകൾ ചെയ്യാൻ സാധ്യമായി എന്നവരില്ല. എന്നാലും ആ യൗവന കാലഘട്ടത്ത് കൃത്യമായി ഉപയോഗിച്ചതിന്റെ കാരണത്താൽ അല്ലാഹു പരിപൂർണമായി പ്രതിഫലം രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം മുത്തായ റസൂൽ പറയുന്നു സിഹ്ഹതക, നിന്റെ ആരോഗ്യമുണ്ടല്ലോ, ഖബ്ല സഖമിക്ക്, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് ഉപയോഗിക്കണം. എപ്പോഴാണ് രോഗിയാകുന്നറിയില്ല, എന്നാൽ ആരോഗ്യമുള്ള സമയത്ത് ഉപയോഗിച്ച അതേ പ്രതിഫലമാണ് രേഖപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു മൂന്നാമതായി ഗിനാക, നിന്റെ ഐശ്വര്യമുണ്ടല്ലോ, ഖബ്ല ഫഖ്രിക, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചോ. എപ്പോഴാണ് ദാരിദ്ര്യം വരിക എന്നറിയില്ല, ഞാൻ പറഞ്ഞുവല്ലോ, അല്ലാഹുവേ ദാരിദ്ര്യത്തെ തൊട്ട് നീ കാക്കണേ. എന്റെ പ്രിയമുള്ളവരെ, മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 4 കാര്യത്തെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ ഗിനാ വൽ അഫാഫ വൽ ഗിനാ. ഈ 4 കാര്യം പ്രധാനപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, ഇരുകരങ്ങൾ പിടിക്ക്, അല്ലാഹുവോട് പറയേ, എന്തു ചോദിച്ചാൽ ഉത്തരം തരുന്ന സമയമാണ്. ഒന്ന് പിടിക്ക്. ഈ 4 കാര്യം നമുക്ക് അത്യാവശ്യമാണ്. ഇതില്ലെങ്കിൽ രക്ഷയില്ല. അല്ലാഹുമ്മ, ഒന്ന് പറയേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. ഈ 4 കാര്യം പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ, അല്ലാഹ് ഹിദായത്ത് നൽകണേ റബ്ബേ എന്ന് ദുആ ചെയ്യണം. വയത് കേട്ടതുകൊണ്ട് ഹിദായത്ത് കിട്ടൂല, നിസ്കരിച്ചതുകൊണ്ട് ഹിദായത്ത് കിട്ടൂല, മറ്റമൽ ചെയ്തതുകൊണ്ട് ഹിദായത്ത് കിട്ടൂല. അങ്ങനെ ഹിദായത്ത് കിട്ടണമെങ്കിൽ ഇബ്ലീസിന് ഹിദായത്ത് കിട്ടേണ്ടിരുന്നു. ഇബ്ലീസ് മലക്കുകളുടെ ഉസ്താദായിരുന്നു, രക്ഷപ്പെട്ടില്ലല്ലോ. ഹിദായത്ത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ചോദിച്ച് വാങ്ങണം. എത്ര ആളുകളാണ് ഒരു സമയം പോലും പാഴാക്കാതെ ഇബാദത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യൻ കാഫിറായി ചത്തുപോയില്ലേ? അല്ലാഹു കാക്കട്ടെ. വൈകുന്നേരം രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം കാഫിറായില്ലേ? എത്രയാളാണ് എത്ര പണ്ഡിതന്മാരാണ്, എത്ര ഉലമാക്കളാണ് ഹിദായത്ത് നഷ്ടപ്പെട്ടത്. വയത് കൊണ്ടോ, അത് പ്രഭാഷണങ്ങളെ കൊണ്ടോ, നിസ്കാരങ്ങളെ കൊണ്ടോ,
പള്ളി കെട്ടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെല്ലാം ചെയ്തതുകൊണ്ടോ ഒരിക്കലും ഹിദായത്ത് കിട്ടുകയില്ല. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് ധാരാളം ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ, അല്ലാഹ് ഹിദായത്ത് നൽകണേ അല്ലാഹ്. തുഖാ എന്നുള്ളത്, തഖ്വ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് പ്രിയമുള്ളവരെ. അത് അല്ലാഹു നൽകണം, അത് അല്ലാഹു നൽകണം. പ്രസംഗം കേട്ടതുകൊണ്ട് കിട്ടാൻ പോകുന്ന കാര്യമല്ല. അല്ലാഹ് തഖ്വ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമദാന്റെ ഹഖ്ജാവതുകൊണ്ട് റബ്ബേ ഹിദായത്ത് നഷ്ടപ്പെട്ടാൽ, തഖ്വ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഒരു കാര്യവുമില്ല, ഒരു അർത്ഥവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, 100 ആളെ കൊന്നവൻ അതാ സ്വർഗത്തിൽ പോയി എന്നാണ്. അല്ലാഹു അയാൾക്ക് ഹിദായത്ത് കൊടുത്ത് 5 നേരം നിസ്കരിച്ചവൻ, കളവ് പറയാത്ത കൃത്യമായി ഇബാദത്ത് ചെയ്തവളെ കുറിച്ച് മുത്തായ ഹബീബിനോട് ചോദിച്ച്, യാ റസൂലല്ലാഹ്, എവിടെയാണ് ആ സഹോദരി? ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണെന്ന് മുത്തായ ഹബീബ്. നോക്ക്, ചിന്തിച്ചു നോക്കുന്ന അത്ഭുതമാണ്, ഹിദായത്ത് അത്ഭുതമാണ്. ഇബാദത്ത് ചെയ്താൽ നരകത്തിലും. എന്റെ പ്രിയപ്പെട്ടവരെ, 100 ആളെ കൊന്നവൻ, ആലിമിനെ കൊന്നവൻ സ്വർഗത്തില്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നി ലഗഫാർ, ഇന്നി ലഗഫാർ, ഇന്നി ലഗഫാർ ലിമൻ താബ വആമന വഅമില സാലിഹാ സുമ്മ ഇഹ്തദാ. അത്ഭുതകരമായ ആയത്താണ് പ്രിയമുള്ളവരെ. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു പറയുന്ന ഒരു ശൈലി നോക്ക്. ഇന്നി ലഗഫാർ, എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ആയത്താണ് പ്രിയപ്പെട്ടവരെ. ഇന്നി ലഗഫാർ, ഇന്നി ലഗഫാർ, ഞാൻ ഗഫാറാണ്, ഞാൻ ഗഫൂറാണ്. എന്ത് പ്രയോഗമാണ് പ്രിയമുള്ളവരെ. ഗഫൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഗഫാർ എന്ന് പറഞ്ഞാൽ എന്താ? ഗഫൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഗഫാറിന്റെ ഗഫൂറിനിടയിലുള്ള ഫർക്ക്, അതിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? ഗഫൂർ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ പാപങ്ങൾ പോലും പൊരുത്തു തരുന്നവനാണ്. എത്ര വലിയ ശിർക്ക് പോലും അല്ലാഹു പൊരുത്തു തരും. ശിർക്ക് പോലും അല്ലാഹു പൊരുത്തു തരും. വ്യഭിചാരം അല്ലാഹു പൊരുത്തു തരും. കള്ളുകുടിയെല്ലാം അല്ലാഹു പൊരുത്തു തരും. ഞാൻ ഗഫൂറാണ്, ഞാൻ ഗഫാർ. ആരെയും ഒന്നും പറയണ്ട, ആരെയും ഒന്നും പരിഹസിക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ സംഭവം ഓർമ്മ വരികയാണ്. ആ പെൺകുട്ടി ഉണ്ടല്ലോ, കോളേജിൽ പഠിക്കുന്ന മക്കളെ കൂടെ എന്തിനും 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 തയ്യാറായിരുന്നു. അവരുടെ കുഞ്ചിക്കൊഴിഞ്ഞ് അവരെ കൂടെ സംസാരിക്കാൻ എന്തിനു വിളിച്ചാലും അവരെ കൂടെ നിൽക്കുന്ന പെൺകുട്ടി. സുബ്ഹാനല്ലാഹ്, ബാംഗ്ലൂരിൽ കഴിയുന്ന ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയ സമയത്ത് സുബ്ഹാനല്ല, ആ പെൺകുട്ടി എങ്ങനെന്നറിയോ, അതാ തന്റെ ശരീരത്തിന്റെ ഭാഗമെല്ലാം ധരിച്ച് കതക് മുട്ടിയപ്പോൾ കതക് തുറന്നു. സുബ്ഹാനല്ലാഹ് പറഞ്ഞു, എന്റെ പരിചയമില്ലേ, എന്റെ പരിചയമില്ലേ, കൂടെ പഠിച്ചത് ഓർമ്മയില്ലേ? ആ പെൺകുട്ടി പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, മുമ്പത്തെ കാര്യം പറയല്ലേ, നമുക്ക് മരിക്കാനുണ്ട്. എന്തൊരു മാറ്റം, എന്തൊരു മാറ്റം. അവളെ പരിഹസിച്ചവർ, അവരെ തമാശാക്കിയവർ, അവരുടെ കഥ എന്താണ്? അവൾ പറഞ്ഞു, ഒരിക്കലും മുമ്പത്തെ കാര്യം പറയില്ല, വന്ന കാര്യം പറയും. തൻ്റെ ശരീരത്തിന് മറച്ചുകൊണ്ട് നിന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് അത്രയേ ഉള്ളൂ. ഇരുമരങ്ങൾ ഒളിച്ചല്ലോ, ഞാൻ ദോഷിയാണ്, പൊറുത്തു താകത്ത്. അവൻ ഉയർന്നു. 100 ആളെ കൊന്ന മനുഷ്യന് കേട്ടതല്ലേ, അയാൾ തൗബാക്ക് പോയില്ല, സഞ്ചരിക്കാൻ പുറപ്പെട്ടതേ ഉള്ളൂ. സ്വർഗം കൂടെ ഹിദായത്ത് കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4 കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ. ഇന്നി ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹാ സുമ്മ ഇഹ്തദാ. ഈ 4 കാര്യമുണ്ടെങ്കിൽ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 4 കാര്യമുണ്ടോ നമുക്ക് സ്വർഗം കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നി ലഗഫാറുൻ, പേടിക്കണ്ട, ആരും ഭയപ്പെടേണ്ട. അല്ലാഹു നമ്മുടെ സർവ്വപാപങ്ങൾ പൊറുത്തരട്ടെ. ലിമൻ താബ, ഖേദിച്ച് പറയാം, അല്ലാഹ് ദോഷിയാണ് റബ്ബേ. ആമന, അടിയുറച്ച വിശ്വാസം. വഅമിലൻ സ്വാലിഹ്, അതിന്റെ ശേഷം കൃത്യമായ കൃത്യനിഷ്ഠതയുടെ ജീവിതം. സുമ്മ ഇഹ്തദാ, പിന്നെ ഇഹ്തദാ എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ പറയുന്നത് ഇസ്തിഖാമ എന്നാണ്. പിന്നെ സ്ഥിരമായ നല്ലൊരു ജീവിതം.
ഇത്ര കിട്ടിയാൽ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തത്തിനും അള്ളാഹുവിൻ്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പൊരുത്തു തരട്ടെ. അള്ളാഹു നീ മാഫാക്കി തരണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവർ ആരെയും ഒന്നും പരിഹസിക്കല്ലേ, ആരുടെ മനസ്സും വേദനിപ്പിക്കല്ലേ. തീർച്ചയായും നാളെ പരലോകത്ത് ചില പാപ്പറുണ്ട്. മുത്തായ റസൂൽ പറഞ്ഞു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പ്രിയമുള്ളവരെ ആരൊക്കെ നിങ്ങൾ അർജന്റ് കച്ചവടങ്ങൾ ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നെങ്കിൽ പോവാം. പിന്നെ എനിക്ക് നേരം 1 മണിക്ക് 2 മണിക്ക് എത്ര മണിക്ക് പ്രസംഗിക്കണം? 3 മണിക്ക് പ്രസംഗിക്കണം. 3 മണിക്ക് പ്രസംഗിക്കുക, പ്രശ്നമില്ല. സഹത്തുള്ളതുകൊണ്ടാൽ മതി. ഞാൻ പ്രസംഗിക്കാം. അസർ വാങ്ങുവരെ പ്രസംഗം മാത്രം. ഇപ്പോൾ ഒരു പ്രസംഗമുണ്ട് നമ്മുടെ ഞാൻ ജോലി ചെയ്യുന്ന ജമാഅത്തിലെ തൊട്ടടുത്തൊരു ബ്രാഞ്ചുകളുണ്ട്. അവിടെയും പ്രസംഗം ഉണ്ടതുകൊണ്ട് ചില പോകേണ്ടതുണ്ട്. അസർ വരെ പ്രസംഗിക്കുന്ന പ്രശ്നം അവിടെ എത്താൻ 1.5 മണിക്കൂർ 2 മണിക്കൂറുണ്ട്. അത് ഇത്രയും പ്രസംഗിക്കുന്നത്. അണ്ണൂറിലെ പ്രസിഡന്റ് അവിടെ നമ്മളെ വിളിച്ചാലേ ഉണ്ടല്ലോ അസർ. എന്ത് എത്ര പ്രസംഗിക്കണം? അസർ മാമോരെ പ്രസംഗിക്കണം. 2 നമുക്കറിയാം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം മാതാപിതാക്കൾ മുമ്പിൽ ഒറ്റ വെച്ച് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ മാതാപിതാക്കൾക്ക് തുല്യമാണ്. പ്രസംഗിക്കുന്ന സമയത്ത് ആവേശം കൊണ്ട് ചില വച്ച കൂടിപ്പോയി നിങ്ങൾ ക്ഷമിക്കണം. ഒരിക്കലും നിങ്ങൾ മുമ്പ് പറയേണ്ടതല്ല. കാരണം നിങ്ങൾക്ക് ആവേശം കൊള്ളിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കായി, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലേ പറയണമെങ്കിൽ പറയാം, നിർത്തണേ. അല്ലാഹുവിനെ അനുഗ്രഹിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കട്ടെ. അല്ലാഹുവിനെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹ് ചാപ്പള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ അഭിമാനമാണ് റബ്ബേ, നമ്മുടെ അന്തസ്സാണ് റബ്ബേ. നമ്മുടെ ഉപ്പമാർ കിടക്കുന്ന ഭൂമിയാണ് റഹ്മാനെ, നമ്മുടെ കുടുംബക്കാരുടെ ഭൂമിയാണ് റഹ്മാനെ, നമ്മുടെ നാടാണ് റഹ്മാനെ. എവിടെ പോയാലും നമ്മുടെ ഓർമ്മ ചാപ്പിള്ളയാണ്. അല്ലാഹുവേ, നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇവിടെ കൂടണം, ഇവിടെ ജീവിക്കണമെന്ന്. പക്ഷേ നമ്മുടെ ജോലി കാരണം കൊണ്ട് പലപ്പോഴും സാധിക്കുന്നില്ല. നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ ഈ അടുത്ത് നമ്മളെ സംബന്ധിച്ച ഒരു മീറ്റിംഗ് വരുമ്പോൾ ചോദിച്ച്, ഈ ഉസ്താദമാർക്ക് ഇമാം ജമാഅത്തില്ലേ എന്ന് ഒരു ദിവസം ചോദിക്കണ്ടേ. അത് ഉസ്താദമാർക്ക് ഒരു ക്ലാസ് എടുക്കണം. ഉസ്താദന്മാരുടെ യാത്രവാണ്. ബാക്കിയുള്ള ഉസ്താദന്മാർ കൃത്യമാം ജമാഅത്തിലേക്ക് വരുന്ന ആൾക്കാരാണ്. എനിക്ക് എന്നെ കുറിച്ച് പറയുന്നത്, ബാക്കിയുള്ള ഉസ്താദന്മാരുടെ പണ്ഡിതന്മാരാണ്, കൃത്യമായി പള്ളിയിലൊക്കെ വരുന്നവരാണ്. പ്രിയമുള്ളവർ ആഴ്ചയിലൊരിക്കൊക്കെ വരുമ്പോൾ വലിയ ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നു. വരുന്ന സമയത്ത് ചിലപ്പോൾ ഇബ്ലീസിന്റെ തടസ്സങ്ങളും പല കാരണങ്ങളും. അല്ലാഹു നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവിനെ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ അതിപ്രഗൽഭമായ അതിനിർണായകമായ ദിവസമാണ് ഇബ്നുൽ ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രകടനം നാം അതായത് ഹയാത്താക്കണമെന്ന്. ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കേണ്ട, വലിയ പ്രായമുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കാൻ. മുത്തായ റസൂൽ പറയുന്നു, ലൈലത്തുൽ ഖദ്ർ ഇപ്പോൾ മറ്റൊന്ന് 29 ലൈലത്തുൽ ഖദ്ർ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. ലൈലത്തുൽ ഖദ്ർ ഇന്നലെ രാത്രി ഹയാത്താക്കിയതുപോലെ മറ്റൊന്ന് ഹയാത്താക്കാൻ ചിലപ്പോൾ എനിക്ക് സാധിക്കണമെന്നില്ല. എന്നെങ്കിലും ലൈലത്തുൽ ഖദ്ർ പരിപൂർണ്ണ പുണ്യം നമുക്ക് വരും. സാധ്യമില്ലെങ്കിൽ പുണ്യം വേണം. അതിലേക്ക് ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യം ഒന്നറിയോ, മറ്റൊന്ന് 29 രാത്രി മഗ്‌രിബും റസൂൽ പറഞ്ഞതാണ്. മഗ്‌രിബും ഇശാവും ഇമാം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ ലൈലത്തുൽ ഖദ്ർ പ്രതിഫലം കിട്ടും. പള്ളിക്ക് വന്നാൽ വീട്ടിൽ ഭാര്യയും മക്കളെ കൂട്ടി ഇമാം ജമാഅത്തായി നിസ്കരിക്കാം. പള്ളിയിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഭാര്യമാർക്ക് ഇമാം ജമാഅത്ത് കിട്ടുന്നത് അവിടെ നല്ലതാണ്. ഒന്ന് റസൂൽ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അതായത് ഇശായും സുബഹിയും 2 ഇമാം ജമാഅത്തായി നിസ്കരിക്കണം. ഇശാ നിസ്കരിച്ചെങ്കിൽ രാത്രി പകുതിയും സുബഹി നിസ്കരിച്ച അവസാനത്തിന്റെ പകുതിയും ഹയാത്താക്കിയ കൂലി കിട്ടണം. ലൈലത്തുൽ ഖദ്ർ കിട്ടി. ഒന്ന്. പിന്നൊന്ന്, ലൈലത്തുൽ ഖദ്റിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 തവണ എല്ലാ ദിവസവും 21 ചെല്ലാം, 23 ചെല്ലാം, 25 ചെല്ലാം, 27 ചെല്ലാം, ഇനി മറ്റൊന്ന് 29 ചെല്ലാം. ഇങ്ങനെ ചെല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം മുത്തായ റസൂൽ പറയുന്നു, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഗഫറ ലഹു, അവന്റെ സർവ്വപാപങ്ങളും പുറത്തു കൊടുക്കും. ഒന്ന്. രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തറിയോ, അവനിക്ക് നജാത്ത് മിനന്നാർ, നരകത്തിന് രക്ഷ. മൂന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകുന്ന പ്രതിഫലം എന്തിനാ, ദുഖൂൽ ജന്ന, നമുക്ക് വേണ്ടി കിട്ടുന്നല്ലേ.
ദോഷം പുറത്തിട്ട് നരകത രക്ഷയോടെ സ്വർഗത്തിലേക്ക് പോകാം. അവർ ലൈലത്തുൽ ഖദറിന്റെ സമയത്ത് ഇത് മറക്കാതിരിക്കാം. ഒന്ന്. രണ്ടാമത്തത് ആയത്തുൽ കുർസി അഫ്ദൽ ഖുർആൻ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി ഒരു തവണ ആർക്ക് തീരാത്ത. ഇപ്പോൾ ഇത് ഹയാത്താക്കേണ്ട ദിവസമാണ്. ഇവർക്ക് الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم ما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. ഇന്നത്തെ രാത്രി പകൽ ഹയാത്താക്കിയ ഒരു 3 കൊല്ലായികളെന്ന് വെച്ചിട്ട് നമുക്ക് അതെനിക്ക് നേടിയിട്ട് പോകണം. അതെനിക്കല്ലേ لا إله إلا الله لا إله إلا الله لا إله إلا الله. പിന്നെ فإنها تعدل نصف القرآن സൂറത്ത് സൽസല. അത് ഒരിക്കൽ ഓതിഞ്ഞ് ഖുർആൻ പകുതി ഓതി കൂലി കിട്ടുന്നതെന്ന് ഒരിക്കൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها فأخرجت الأرض أثقالها فقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. إمام الشافعي ഇന്നറിയോ സൂറത്തുൽ ഖദർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. سورة الكافر. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. പിന്നെ ഇത് قل هو الله أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن كفوا أحد. പിന്നൊന്ന് ഒരു സെക്കൻഡ് കൊണ്ട് അയാൾക്ക് ഖദറിൽ നിന്ന് 197 കോടി പ്രതിഫലം രേഖപ്പെടുത്തി പോയതിനു ശേഷം ഫലം കൂടെ വരുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. എത്ര പ്രതിഫലം? 197 കോടി. എനിക്ക് കൃത്യതകളാണ്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയായിരിക്കും കൃത്യം. ഇന്ന് ലോകത്ത് എത്ര ജനങ്ങളുണ്ട്? ഇന്ന് ലോകത്ത് എത്ര മുസ്ലിമുകളുണ്ട്? ആയിരിക്കും അറിയാം? 140 കോടിയാണ്. അതിനേക്കാൾ മുസ്ലിംസ് 140 കോടി. പുതിയൊരു റിപ്പോർട്ട് ഞാൻ കണ്ട് 197 കോടി. കുറച്ച് മുന്നേ ഏതാവട്ടെ 140 കോടി എന്ന് വരുന്നത്. 151 കോടി വേണം. അവ 140 കോടി ഒറ്റ സെക്കൻഡിൽ കിട്ടാൻ പോകുമ്പോൾ അതിലേക്ക് ചെയ്യേണ്ട ഇത്രയും ഒന്ന് കൈ പിടിക്കും. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات. തീർന്നു. ഇപ്പൊ നാം രേഖപ്പെടുത്തി 140 കോടി ചില്ലാര പ്രതിഫലം. ജീവിച്ചിരിപ്പിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും നീ പൊരുതു കൊടുക്കണേന്ന് പറഞ്ഞെങ്കിൽ 140 കോടിയൊന്നുമല്ല, അതിനേക്കാൾ എത്രയോ 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 കൂടിയാണ്. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് മുത്തായ റസൂൽ പറഞ്ഞ ഇത്രയും ഉറങ്ങും ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ലൈലത്തുൽ ഖദർ ഒന്ന് ഓതോടുകൂടി ഉറങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 2 ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്തിട്ട് കിടന്നുറങ്ങാം. 3 ഖത്മുൽ ഖുർആൻ പൂർത്തീകരിച്ചിട്ട് ഉറങ്ങാം. 4 അതായത് എല്ലാ അമ്പിയാക്കളുടെ ശഫാഅത്ത് നേടിയിട്ട് ഉറങ്ങാം. ആയിഷ റളിയല്ലാഹു അൻഹ നബി നീ എന്റെ മുഖ്യ പറയുന്നല്ല, മുത്തായ റസൂൽ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഒന്ന് എന്തറിയോ, ഖത്മുൽ ഖുർആൻ ഓത്, അതായത് ഒരു ഹജ്ജും ഉംറയും ചെയ്തിട്ട് ഉറങ്ങാൻ തുടങ്ങിയാൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 മതി. പിന്നെ ഹജ്ജും ഉംറയുടെ കൂലിയായി
ഇനി ഖത്മുൽ ഖുർആൻ ഖുൽ ഹുവല്ലാഹു അഹദ് 3 കുറി ഓതും. അത് ഖത്മുൽ ഖുർആന്റെ പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും പൊരുത്തപ്പെടിക്കുക എന്നുള്ളതിന്റെ അർത്ഥം അതായത് അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഓരോ മുഅ്മിനെ അനുസരിച്ചാണ് പ്രതിഫലം രേഖപ്പെടുത്തി സ്വഹിയായ ഹദീസിൽ മുത്തായ റസൂൽ പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അർഹമർ റഹീമിനായ സയ്യിദായ സദായ തമ്പുരാനെ വലിയ ഒരു സന്തോഷ നിമിഷത്തിലാണ് റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് റബ്ബേ അന്നൂർ മുസ്ലിം യൂത്ത് ഫെഡറേഷൻ ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് റബ്ബേ അതിന്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഈ സ്വർഗം നൽകണേ അല്ലാഹുവേ. ഇതിന് എത്ര അവരോട് നന്ദി പറഞ്ഞാൽ മതി വരില്ല റഹ്മാനേ. ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു ഒരു ദിവസം അവസരം ഒരുക്കി തന്നല്ലോ പ്രിയപ്പെട്ടവരെ. നിങ്ങളെന്റെ ദുആ ഞാൻ മറക്കില്ല. റസാഖിച്ചെന്നെ വിളിച്ച് ഒരു ദിവസം പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ നാട്ടുകാരെ മുമ്പിൽ ഒരു ഹദീസ് ഓതണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. അതിന്റെ അവസരം ആദ്യം ഒരുക്കി തന്നത് അന്നൂറാണ്. അന്നൂർ എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവരുടെ അർത്ഥാനിയാണ്. പാവപ്പെട്ടവർക്ക് അന്നൂർ എന്ന് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ സന്തോഷമാണ്. എന്ത് പ്രശ്നം വന്നാൽ നമ്മുടെ അന്നൂർ മാഷാ അല്ലാഹ് ജമാഅത്ത് കമ്മിറ്റി മാഷാ അല്ലാഹ് അവർക്ക് എല്ലാ വേണ്ട സഹകരണം നൽകുന്നുണ്ട് റഹ്മാനെ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പ്രഗത്ഭരായ നേതാക്കൾ പോലും നമ്മുടെ സദസ്സിലുണ്ട് റഹ്മാനെ. അഹങ്കാരമില്ല അല്ലാഹ് വിനയന്മാരാണ് റബ്ബേ. അല്ലാഹ് വിനയം കാണിച്ചവന്റെ സ്ഥാനം ഉയർത്തുന്നു ഒന്നായ റസൂൽ പഠിപ്പിച്ചതാണ് റഹ്മാനെ. ഇതിന് പകരമായി ദുനിയാവിൽ വേണ്ട റബ്ബേ പരലോകത്ത് ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. പരലോകത്ത് ഉയർന്ന സ്ഥാനം കൊടുക്കണേ റഹ്മാനെ. പരലോകത്ത് വലിയ ഉയർച്ച നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു ഈ മജ്ലിസിൽ അവസാനം വരെ റഹ്മാനെ അല്ലാഹു ഇതിന് സഹകരിച്ചവർ ഇതിന് പകരമായ റബ്ബേ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത പരിപൂർണമായ സവാബ് പരിപൂർണമായ പ്രതിഫലം രേഖപ്പെടുത്തണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങൾ പാപികളാണ് അല്ലാഹ്, ദോഷികളാണ് റഹ്മാനെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും അല്ലാഹ് കുടുംബക്കാരൊക്കെ നമ്മുടെ പള്ളിയിൽ മറപ്പെട്ട് കിടന്നിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹ് എത്ര ആളുകളാണ് റഹ്മാനെ ചുറ്റുപായത്തിൽ തന്നെ എന്നോട് പറഞ്ഞു പോയി അല്ലാഹ്. അല്ലാഹ് നമ്മുടെ മാതാപിതാക്കൾക്ക് കുടുംബാദികൾക്ക് നിക്കുറത്ത് കൊടുക്കറബ്ബേ. മാഫാത്ത് റഹ്മാനെ സർവ്വ പാപങ്ങളും കൊടുത്തു കൊടുക്കറബ്ബേ. ഖുർആനിൽ നീ നിന്നെ കുറിച്ച് പറഞ്ഞത് ഗഫൂറുൻ ഗഫാറുമാണ് റഹ്മാനെ. നിന്റെ മഗ്ഫിറത്തിന്റെ മുമ്പിൽ അവരും ഞങ്ങളും ചെയ്യുന്ന പാപങ്ങൾ അതിന്റെ ഒരു മൂലക്ക് പോലും എത്തൂല അല്ലാഹ്. അത്രയും വിശാലതയുള്ള മഗ്ഫിറത്താണ് റഹ്മാനെ. സർവ്വതും പൊറുത്തു അല്ലാഹ്. മാഫാക്കി അല്ലാഹ്. അല്ലാഹു പൊറുത്തു കൊടുക്കണേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിക്കും ജമാഅത്തുകാർക്കും അന്നൂർക്കും അല്ലാഹുവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഫിന്റെ എല്ലാവർക്കും അല്ലാഹു നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈർ രേഖപ്പെടുത്തണേ അല്ലാഹ്. സന്തോഷം രേഖപ്പെടുത്തണേ അല്ലാഹ്. ഒരാളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലം മുത്തായ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ. ദീനിയായ ഏത് കാര്യമെടുത്ത് നോക്കിയാൽ അന്യവന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ വലിയ പുണ്യമില്ല റഹ്മാനെ. അല്ലാഹുവിന്റെ അവസരം ഒരിക്കൽ നോർന്നിരിക്കും ഖൈർ നൽകണേ അല്ലാഹ്. അവരോട് വലിയ സംബന്ധമായ റബ്ബേ 25 കാര്യത്തോളം അല്ലാഹുവേ നല്ല നല്ല സൽപ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലാഹ്. നമ്മുടെ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നുണ്ട് റഹ്മാനെ. നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി എല്ലാവരും അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് റബ്ബേ ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ നമ്മൾ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. വിനയത്തോടു കൂടി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുതക്കബ്ബീങ്ങൾ പെടുത്തുന്ന അല്ലാഹ്.
മുത്തബിങ്ങളായ എല്ലാവരെയും നശിപ്പിച്ചിട്ടുള്ള റഹ്മാനെ, നംറൂദിനെ നശിപ്പിച്ചിട്ടുള്ള റഹ്മാനെ, ഫിറഔനെ നശിപ്പിച്ചിട്ടുള്ള റഹ്മാനെ, അബൂജഹലിനെ നശിപ്പിച്ചിട്ടുള്ള റഹ്മാനെ, റസൂലിന്റെ പ്രാർത്ഥന പോലും കിട്ടിയില്ല അല്ലാഹ്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്ക് പ്രദാനം ചെയ്യണം അല്ലാഹ്. സിദ്റത്തുൽ മുൻതഹിൽ കൊണ്ടുപോകുമ്പോൾ എന്നിൽ താമസിച്ചവരെ, ഇന്നാൽ അതിന്റെ അവസ്ഥ എന്താണ്? ഇന്നാൽ ഓരോരുത്തരും കൃത്യമായി സുഖാനി എന്ന് സിദ്റത്തുൽ മുൻതഹ ചോദിക്കപ്പെടുമ്പോൾ അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇന്ന് വൈകുന്നേരം രേഖപ്പെടുത്തുമ്പോൾ ആ കൂട്ടത്തെ പെടുത്തണേ എന്നിലേക്ക് അവരെ വരപ്പിക്കണേ എന്ന് പറയുമ്പോൾ സിദ്റത്തുൽ മുൻതഹ ആമീൻ, ജിബ്രീൽ ആമീൻ, മലക്കുൽ ആമീൻ അല്ലാഹ് പറയുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ പേര് ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് ഹിദായത്ത് നൽകുമല്ലോ, ഹിദായത്ത് നൽകും റഹ്മാൻ. ഖമീസ് ധരിച്ചതുകൊണ്ട്, തലപ്പാവ് ധരിച്ചതുകൊണ്ടോ, അയാൾ പറഞ്ഞതുകൊണ്ടോ, കേട്ടതുകൊണ്ടോ, ഹജ്ജ് ചെയ്തതുകൊണ്ടോ, പള്ളി കെട്ടിച്ചതുകൊണ്ടോ ഇല്ലവട്ടെ എത്രയാളെ ഹലാക്കായി നശിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ടുള്ള ആ കൂട്ടത്തിൽ നിങ്ങളെ പെടുത്തല്ലേ ഉള്ളോ, ഹിദായത്ത് നൽകണേ ഉള്ളോ, തഖ്വ നൽകണേ ഉള്ളോ, നല്ലൊരു ജീവിതം നൽകണേ റഹ്മാൻ. അല്ലാഹു റഹ്മാൻ അവരോട് പറയാൻ പോവുകയാണ്, ഖുർആനിന്റെ മുന്നിൽ പോയി വെച്ച് നിങ്ങൾക്ക് ഈ ശിക്ഷയിൽ രക്ഷപ്പെടാൻ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഒന്നും വേണ്ട, പരിശുദ്ധ റമദാന്റെ ഒരു ദിവസം മതി, ഒരു ദിവസം മതി. ആ ഭീകരമായ ശിക്ഷയിൽ രക്ഷപ്പെടാൻ റമദാന്റെ ഒരു ദിവസം മതിയെങ്കിൽ നമുക്ക് നീ 27 ദിവസം തന്ന നാളത്തെ കഥ അറിയില്ല റഹ്മാൻ. എവിടെ എങ്ങനെ മരിക്കും അറിയില്ല റഹ്മാനെ, ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല റബ്ബേ. ഈ 27 ദിവസം അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു നമുക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഒരു അവസ്ഥയിലാക്കല്ലേ അല്ലാഹ്. നാളെ പരലോകത്ത് കൊണ്ടുപോകുമ്പോൾ റമദാൻ ഓടി വന്നിട്ട് നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മലക്കുകൾ ചോദിക്കും, ഹൽ റഅയ്തും ഹിസാബ, നിങ്ങളെന്ത് ഹിസാബിനെ കണ്ടില്ലേ? ഹൽ റഅയ്തും സിറാത്ത, നിങ്ങളെന്ത് സിറാത്ത് പോലെ കണ്ടില്ലേ? നിങ്ങൾ നന്മത്തിൽ തൂക്കപ്പെടുന്ന മീസാനെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ അതൊന്നും കണ്ടില്ല. ഞങ്ങളുടെ രഹസ്യമായി ദുനിയാവിലെ രഹസ്യമായി ഞങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സിറായി തന്നെ ഞങ്ങളുടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. യാ അല്ലാഹ്, ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. സിറായ അമൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നോമ്പ്. ആരെങ്കിലും എവിടെയെങ്കിലും പോയി വെള്ളം കുടിച്ചാൽ അറിയാനില്ല. അല്ലാഹു അതുകൊണ്ട് പറഞ്ഞു, അതിന് പ്രതിഫലം ഞാനാണ് നൽകുന്നത്. തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹു സിറായി രഹസ്യമായി ആരും കാണാതെ ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പണ്ടത്തെ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ ഭാര്യ അറിയാതെ 40 വർഷം നോമ്പ് നോക്കുക ചരിത്രങ്ങളാണ് റഹ്മാനേ. അല്ലാഹ് പണ്ടത്തെ സ്വതക്ക കൊടുക്കുന്ന സമയത്ത് കിടന്നുറങ്ങിയ ആൾക്കാണ് സ്വതക്കത്തിന്റെ സമ്പത്തുമായി ഓടിപ്പോയി പറഞ്ഞു, ഇതാ എനിക്ക് സമ്പത്ത് കിട്ടിയിരിക്കുന്നു. ഉപ്പ പറഞ്ഞു, മോനെ അത് ഞാനാ വെച്ചത്, നീ നിനക്ക് അറിഞ്ഞില്ല, ഞാനാണ് വെച്ചത്. എത്ര തഖ്വയാണ് റഹ്മാനെ, നിനക്ക് തഖ്വ നൽകണേ അല്ലാഹ്. സിറായി ഒരുപാട് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടണേ റഹ്മാനെ. അല്ലാഹ് എത്ര ചോദിച്ചാൽ മടി വരാത്തവൻ നീ മാത്രമാണ് റഹ്മാനെ. ജനങ്ങളെ മുമ്പിൽ 1 2 പ്രാവശ്യം പിന്നെ അവൻ ആറ്റോടിക്കും റഹ്മാനെ. ഈ ഒരു കരങ്ങൾ നിന്റെ മുമ്പിലല്ലാതെ ഒരാളെ മുമ്പിൽ യാചിക്കുന്ന ഒരവസ്ഥ നമുക്ക്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ചാപ്പളിൽ ജമാഅത്തിന് ഒരാൾക്ക് നമുക്കല്ലേ റഹ്മാനെ. ഇസ്സത്തോടു കൂടി അഭിമാനത്തോടുള്ള ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹ് നമ്മുടെ ഈ അതിമനോഹരമായ പള്ളി കാണാൻ എന്ത് ഭംഗിയാണ് റഹ്മാനെ, കയറാൻ എന്ത് സന്തോഷമാണ് റഹ്മാനെ. ഇത്രയും സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി റബ്ബേ, നീ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി, നമ്മുടെ പള്ളിക്ക് വേണ്ടി. അല്ലാഹ് ഇതിന്റെ പിന്നിൽ ഒരുപാട് സമ്പത്തിന്റെ ചെലവുണ്ട് റഹ്മാനെ. ഇന്ന് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന റഹ്മാനെ, നിങ്ങൾ 1 രൂപ കൊടുത്തില്ലെങ്കിലും അല്ലാഹ് നമുക്ക് സന്തോഷിക്കാൻ അവസരമുണ്ടാക്കി എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമാർ, ഇപ്പോഴുള്ളവർ, ഇനി വരുന്നവർ എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യം നൽകണേ അല്ലാഹ്. പ്രായമുള്ള നമ്മുടെ ഉപ്പമാരുടെ റഹ്മാൻ എല്ലാവർക്കും ആരോഗ്യം നൽകണേ റഹ്മാനെ.
അല്ലാഹുവേ മരണം വരെ ആരോഗ്യത്തോടെ ജീവിതം നൽകണേ അല്ലാഹ്. മരണം വരെ ഒരു പ്രയാസത്തിൽ പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ശരീഫ ഷാഹിദൻ ലനാ